നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ജഷൻ 2024 സെക്കൻഡ് സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു നിമിഷം കൂടി ഇതാണെന്നറിയാം. ഈ ഒരു സെഷനിൽ ആക്ച്വലി നമുക്കൊരു 3 സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഒരു ഇൻറ്ററാക്റ്റീവ് സെഷനുണ്ട്, രണ്ടാമത് ഒരു ക്വിസുണ്ട്, പിന്നെ ഒരു മെഡ്ലി ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. കാരണം ഈ TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ UAE ചാപ്റ്ററിലെ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. കാരണം ഇത് എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ചിത്രേച്ചിയെ വിജയേട്ടനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. ഒത്തിരി നാൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് കാണുന്നു. സൈച്ചേട്ടനോട് അതിന് നിറഞ്ഞ നന്ദി പറയുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രിയൂഷയോടും ആൻഡ് നിങ്ങളെല്ലാവരോടും. ഒപ്പം ഇന്ന് നിങ്ങളുടെ കൂടെ തന്നെയുള്ള പ്രഗത്ഭരായ ഗായകന്മാരും ഗായികമാരുമാണ് ഈ ട്രിബ്യൂട്ട് സെഷനിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അനുഗ്രഹം നിറഞ്ഞു വേണം. അതുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയാണ്, താമസിക്കാതെ തന്നെ. ഓക്കെ, തുടങ്ങാം. റെഡി? യെസ്. ഒരു നല്ല കയ്യടിയോട് കൂടി നമുക്ക് നമ്മുടെ പ്രിയ ചിത്രയെ വരവേൽക്കാം. യെസ്, തീർച്ചയായും നമ്മുടെ ലെജൻഡറി സിംഗർ, നല്ല കയ്യടി പോരാ, പത്മശ്രീ പത്മഭൂഷൺ ചിത്രചേച്ചിയെ സ്വാഗതം ചെയ്യാം. K.S. Chitra, the legendary Indian singer, is a native of Thiruvananthapuram, born in 1963 into a family of musicians. She received training in Carnatic music from Dr. K. Omanakutty and went on to complete her master's degree in music. She was first introduced to Malayalam playback singing in 1979 by the music director Mr. M.G. Radhakrishnan. She made a debut in the Tamil film industry under the guidance of music director Ilayaraja. She has also lent her voice to more than 100 Tamil film music composed by A.R. Rahman. She has sung songs for most of the legendary music directors of her time. K.S. Chitra have sung more than 25,000 film songs over more than 18 different languages including English, Latin, Arabic, Singla and Chinese. 40 years of music life. K.S. Chitra is a recipient of 6 national awards, 8 Filmfare Awards, 35 different state awards. She was honored by the country in 2005 with its biggest civilian honor, Padma Shri. More than all her awards and achievements, her humbleness and her smile made her more close to heart of each and every Indians. Vanambadi of Malayalam, Chinnakuil of Tamil Nadu, Pia Basanthi of Hindi, Sangeeta Saraswati of Telugu, Kannada Kogilai of Karnataka, the Nightingale of India, Padma Shri Dr. K.S. Chitra. ഈ കൈയുടെ പോരാട്ടം നല്ല കൈ. ചിത്രേച്ചി നമസ്തേ. നമസ്കാരം പ്രിയ. ചേച്ചിയുടെ ഒരു 40-45 വർഷത്തെ ഒരു മ്യൂസിക്കൽ ജേണി ഒരു 45 മിനിറ്റ് കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്, അസാധ്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ എല്ലാവരും കൂടെ അതിന് ഒന്ന് ഒരുങ്ങുകയാണ്. കാരണം ഇത്രയും ചിത്രേച്ചിയെ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും അടുത്ത് കിട്ടുമ്പോൾ ആ ഒരു ഭാഗ്യം നമ്മൾ വളരെ നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യണമല്ലോ, പക്ഷേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവും, ഒപ്പം ഈശ്വരൻ്റെ അനുഗ്രഹവും. താങ്ക് യു യൂണിവേഴ്സ് എന്ന് വേണം പറയാൻ. ആക്ച്വലി ഈ ഒരു മൊമെൻറ്റിൽ എല്ലാവരുടെയും ജീവിതത്തിലൊരു പുണ്യ നിമിഷം തന്നെയാണിത്, അല്ലേ? റെഡിയാണല്ലോ എല്ലാവരും? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ഈ ട്രിബ്യൂട്ട് സെഷനിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ തന്നെ കുടുംബത്തിലെ അംഗങ്ങളായിട്ടുള്ള പ്രഗത്ഭരായ മിടുക്കന്മാരായിട്ടുള്ള ഗായകന്മാരും ഗായികമാരുമാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഓർക്കസ്ട്ര ടീം, അത് സുബിൻ കീബോർഡിൽ, അതും നിങ്ങളുടെ കുടുംബാംഗം തന്നെയാണ്.
രാകേഷ് ഫ്ലൂട്ട്, മെലിസ്മ ലീഡ് ഗിറ്റാറിൽ, ഡെറിക് ബേസ് ഗിറ്റാറിൽ, ആൻഡ് നാസർ ഓൺ റിതം പാഡ്. മനോഹരമായിട്ടുള്ള തബല, തബല അജിത്. അത് ആക്ച്വലി ഞാനൊന്ന് വിട്ടുപോയിട്ട് എഴുതാനായിട്ട് മറന്നുപോയത്, സോറി. അതെ, മറിഞ്ഞു നിൽക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം. ചിത്രേച്ചി, നമ്മുടെ ഒരു മ്യൂസിക്കൽ ജേണിയെ പറ്റിയിട്ടുള്ള ഇതിനകത്തോടാണ് നമ്മൾ നടന്നു പോവുക ഈ ഒരു 45 മിനിറ്റ്. അപ്പോൾ ആക്ച്വലി അത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പറയേണ്ട ചിത്രേച്ചിയുടെ ഒരു ജേർണി തുടങ്ങുന്ന വീട്ടിൽ നിന്ന് തന്നെയാണ്, അല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന്. പാട്ട് നല്ലോണം അറിയാവുന്ന അച്ഛൻ, അമ്മ, നന്നായി പാട്ട് പാടുന്ന ബീന ചേച്ചി, അനുജൻ മഹേഷ്, ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബം. എല്ലാവർക്കും അസലായിട്ട് പാട്ടറിയാം. പിന്നെ അതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട 2 പേരുകളാണ് നമ്മുടെ രാധാകൃഷ്ണൻ സാറും ഓമനക്കുട്ടി ടീച്ചറും, അല്ലേ? ആൻഡ് ആക്ച്വലി അവർ തമ്മിലുള്ള അവരുടെ കുടുംബമായിട്ടൊരു ബന്ധം ചേച്ചിയെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഒരു നല്ലൊരു കളരി തന്നെയായിരുന്നു അത് ആക്ച്വലി, അല്ലേ? ആൻഡ് ചേച്ചി ഈ മൈക്ക് ഒന്ന് അടുത്ത് പിടിച്ച്. അപ്പോൾ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ആക്ച്വലി 5ാം വയസ്സിൽ തുടങ്ങി, അല്ലേ ചേച്ചി കരിയർ? എനിക്ക് 5 വയസ്സുള്ള ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിലെ സംഗീത ശില്പം, ഒരു കൃഷ്ണരോഹിണിക്കുള്ള ഒരു സംഗീത ശില്പത്തിൽ 2 വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പാടി. ആക്ച്വലി ചേച്ചി അത് ആലോചിച്ചിട്ടുണ്ടോ? ചേച്ചിക്ക് അവിടെ തുടങ്ങി കൃഷ്ണനുമായിട്ടുള്ളൊരു ബന്ധം അത് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറയാം, ഇപ്പം ഞാൻ പറയുമ്പോഴാണ് ചിന്തിച്ചത്. യെസ്, ഞാനത് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് ചേച്ചി ശബ്ദം കൊടുക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്, ഇനി അങ്ങോട്ടും അത് തന്നെ. ആൻഡ് അതിനുശേഷം പിന്നെ രാധാകൃഷ്ണൻ സാറിൻ്റെ തന്നെ മ്യൂസിക് ചെയ്ത അട്ടഹാസം എന്ന ചിത്രത്തിൽ. അതിന് മുമ്പ് ഞാൻ രാധാകൃഷ്ണൻ ഓൾ ഇന്ത്യ റേഡിയോയുടെ കുട്ടികളുടെ ഗായക സംഘത്തിൽ പാടിയിരുന്നു. അപ്പോൾ അതിലുള്ള കുട്ടികളെ എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ടിട്ട് ആദ്യം പാടിയ സിനിമ എന്ന് പറഞ്ഞാൽ കുമ്മാട്ടിയാണ്. പക്ഷേ അത് ഒറ്റയ്ക്കല്ല, ഗ്രൂപ്പായിട്ട്. അത് ഞങ്ങൾ എല്ലാവരും കൂടെ മിനി കോറലിന് പാടിയിരുന്ന എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട്. അത് കഴിഞ്ഞിട്ടാണോ ചേച്ചി? അത് കഴിഞ്ഞിട്ട് അത് അട്ടഹാസം. പക്ഷെ അന്ന് അത് താരുണ്യം എന്നുള്ള പേരിലാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ, താരുണ്യം എന്നാണ് പേര് പറഞ്ഞത്. പിന്നെ അത് അട്ടഹാസം എന്നുള്ള ഫിലിമിലാണ് ഇത് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി എന്താ പറയുക, ഞാനേകനാണ് മധുസാറിൻ്റെ പ്രൊഡക്ഷൻ. ഡയറക്ടറായിരുന്നു പി ചന്ദ്രകുമാർ സാർ. ആൻഡ് അതിൻ്റെയും മ്യൂസിക് ഡയറക്ടർ രാധാകൃഷ്ണൻ സാർ അല്ലേ? ആദ്യത്തെ ഒരു 5 സിനിമ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മാത്രം സംഗീതത്തിലാണ് പാടിയത്. അതിനുശേഷം ജെറി മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, അങ്ങനെ ഓരോരുത്തർ, ജോൺസൺ മാസ്റ്റർ, ആലപ്പി രംഗം മാസ്റ്റർ. അതിനകത്ത് രജനി പറയുവാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ച ചേച്ചിയുടെ ആദ്യത്തെ പാട്ടാണ്. ഇപ്പൊ ആദ്യം ഇറങ്ങിയത് അതാണ്. മനസ്സിലായി. ആദ്യം പുറത്തു വന്ന സിനിമ ഞാനേകനാണ്. അതിനകത്ത് ചേച്ചി പാടിയ സോളോ കൂടാണ്ട് ദാസേട്ടൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടി, ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് ആണ്. എല്ലാവരും ഇപ്പോഴും എനിക്ക് തോന്നുന്നു കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് അത്. പിന്നെ തീർച്ചയായിട്ടും അത് ആദ്യം പാടിയത് MG ശ്രീകുമാർ അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറ്റി അത് ദാസേട്ടൻ പാടി. അത് ചുമ്മാ ഒന്ന് മൂളി നമുക്ക് തുടങ്ങിയാലോ? പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖീന്തേ മൗനം, നീ അഴകിൻ കതിരായണയുമ്പോൾ സിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെൻ വിഷാദം. അത് ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? ഇന്നും അതൊരു നല്ല റൊമാൻറ്റിക് സോങ് തന്നെയാണ് ഇന്നും. പക്ഷെ അത് അധികം ആരും കേൾക്കാതെ പോയൊരു പാട്ടായിരിക്കും ആദ്യകാലത്ത് ആയതുകൊണ്ട്. അതിനുശേഷം ചേച്ചി പിന്നെ കുറേ അധികം പാട്ടുകൾ മറ്റുള്ളവർക്കായിട്ട് പാടി. പക്ഷെ നവംബറിൻ്റെ നഷ്ടം എന്നുള്ള ചിത്രത്തിലെ പാട്ടും ഒരുവിധം നല്ല പാട്ടായിരുന്നു. അരികിലോ അകലെയോ എവിടെയാണോ നീ, അഞ്ചി കൊഞ്ചി അത്തിക്കൊമ്പിലൊരു മൈന പാടി കൊച്ചുകുട്ടത്തി. അതും MG രാധാകൃഷ്ണൻ സാറിന് തന്നെ സംഗീതം. അതിനുശേഷം പാടിയെങ്കിലും ചേച്ചി എനിക്ക് തോന്നുന്നു മലയാളികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ KS ചിത്ര എന്നുള്ളൊരു ഒരു പേര് പതിപ്പിച്ച ഒരു ഫിലിം എനിക്ക് തോന്നുന്നു എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, അല്ലേ? ജെറി സാറിൻ്റെ സംഗീതത്തിലുള്ളൊരു പാട്ട്. അന്നാണോ ആദ്യമായിട്ടും ഫാസിൽ സാറിനെ പരിചയപ്പെടുന്നതും? അതെ. ആൻഡ് പിന്നെ ഫാസിൽ സാറാണ് ചേച്ചിയെ ഇളയരാജ സാറിനെ പരിചയപ്പെടുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ ചേച്ചി. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നിരുന്നാൽ പോലും
ഈ ഞാനേകനാണ് കഴിഞ്ഞിട്ട് ഈ നോക്കത്താ ദൂരത്ത് കണ്ണും തട്ടിൻ്റെ റെക്കോർഡിങ്ങിന് വരുന്ന സമയത്ത് ഫാസിൽ സാർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആദ്യം എന്നെ എപ്പോഴും ഫാസിൽ സാർ എപ്പോഴും കളിയാക്കുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ ഒരു കുറച്ച് ഫൺ ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഇതുപോലെ ആ റെക്കോർഡിങ് കഴിഞ്ഞു, സിനിമ ഇറങ്ങി. എൻ്റെ ആദ്യത്തെ എനിക്കൊരു അവാർഡായിട്ട് ആദ്യമായിട്ട് കിട്ടുന്നത് ഈ 1000 കണ്ണുമായി എന്നുള്ള പാട്ടിന് ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് ആദ്യമായിട്ടൊരു റെക്കഗ്നീഷൻ കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, അതെ ഇനി ചെന്നൈയിൽ പോകുമ്പോൾ ഒന്ന് ഇളയരാജ സാറിനെ പോയി കാണണം. രാജാ സാർ എവിടെ ഇരിക്കണം? ഞാൻ ചെന്നൈ കളിയാക്കുകയായിരിക്കും, വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഇല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഇനി അടുത്ത് എപ്പോഴാണ് ചെന്നൈയിൽ പോകണമെന്ന് വെച്ചാൽ ആ സമയത്ത് ഒന്ന് പോയി കാണണം, നമ്മൾ ഈ സിനിമ തമിഴിലെടുക്കാൻ പോവാണ്. അപ്പോൾ ചിത്രയുടെ പാട്ട് കേട്ടപ്പോൾ രാജാ സാറ് പറഞ്ഞു, ആ ആക്ട്രസ് ഏകദേശം ഞാനും നദിയൊക്കെ ഏകദേശം ഒരു സമയപ്രായമാണ്, ആ ശബ്ദമായിട്ട് സൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ വോയിസ് തന്നെ യൂസ് പണിക്കലാം എന്ന് പറഞ്ഞു. അപ്പം റേഞ്ചൊക്കെ ഒന്ന് അറിയണം, അതുകൊണ്ട് ഇനി പോകുമ്പോൾ പോയി കാണാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യം അതൊരു തമാശയായിട്ടേ വിചാരിച്ചുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ നമ്മുടെ കോട്ടയം ജോയ് സാറിൻ്റെ ഒരു പാട്ട് പാടാൻ പോയ സമയത്ത് രാജാ സാറിൻ്റെ അസിസ്റ്റൻറ്റ് കുഞ്ഞുണ്ണിച്ചേട്ടനുണ്ട്, വയലിനിസ്റ്റാണ്. ഉണ്ണിച്ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ പാച്ചിക്ക വിളിച്ച് പറഞ്ഞു ചിത്രയൊന്ന് രാജാ സാറിനെ കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്നെ കൊണ്ടുപോയി. അങ്ങനെ കാണും. അപ്പം രാജാ സാർ ഒരു നിലത്ത് നല്ല ബെഡ് നിലത്ത് ഇട്ടിട്ടൊരു ഹാർമോണിയം വെച്ച് കമ്പോസിങ് റൂമിൽ, വീട്ടിലല്ല സ്റ്റുഡിയോയിൽ തന്നെ ഒരു കമ്പോസിങ് റൂമുണ്ട്, പ്രസാദ് സ്റ്റുഡിയോയിൽ. അപ്പോൾ അവിടെ ചെന്നു, ഇങ്ങനെ വരച്ചുകൊണ്ടാണ് ചെന്നത്. അപ്പോൾ ഒക്കാരുങ്ക എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ നിലത്ത് തന്നെ ഇരുന്നു, എൻ്റെ അച്ഛനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, എന്ത് പഠിക്കണോ, ആരാണ് ഗുരു എന്നൊക്കെ ചോദിച്ചു. ഏതാവത് പാടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കീർത്തനം പാടട്ടെ? ആ ശരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓമനക്കുട്ടി ടീച്ചർ പഠിപ്പിച്ചു തന്ന ഒരു കാപ്പിരാഗത്തിൽ കുറച്ച് ശ്രുതി ഇറക്കാം. ജയ ജി ജി അയ്യോ കുറഞ്ഞു പോയി. ബി ഇട്ടോ, ബി ഇന്ത സൗഖ്യ മനിനേ ജപജാല ഇന്ത സൗഖ്യ മനിനേ ജപജാല. ഈ ഒരു കീർത്തനാണ് ഞാൻ പാടിയത്. മതി, ചേച്ചി ഒട്ടും സ്ട്രെയിൻ എടുക്കല്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിയിട്ട്. കാരണം ഞങ്ങൾ ഇന്ന് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്ന പാട്ട്, ചേച്ചിയെ സ്വസ്ഥമായിട്ട് അത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഒരു സ്ട്രെയിനും എടുക്കണ്ട. അപ്പോൾ ഈ പാട്ട് പാടി അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് 2-3 കറക്ഷൻസ്, ഞാൻ ജപജാല എന്നുള്ളത് ജപജാ ല എന്ന് പാടി. അപ്പം എൻ്റെ തന്നെ അത് ഒറ്റ വേർഡാണ്, അത് ഒരുമിച്ച് തന്നെ വരും. കറക്ഷൻസ് മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വിളിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആ മുമ്പിൽ നിന്ന് ഒന്നത് കണ്ടതിൻ്റെ സന്തോഷം, പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴൊരാശ്വാസം. അങ്ങനെ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കോൾ, രാജാ സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഒരു കല്യാണമുണ്ട്, വിളിച്ച് പറഞ്ഞു റെക്കോർഡിംഗ് ഉണ്ട്, വരാൻ പറഞ്ഞു സാറെന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ട് അന്നും ഈ പറഞ്ഞ മാതിരി എൻ്റെ ആദ്യത്തെ 2 സിനിമകളും തുടങ്ങുമ്പോൾ ഒരു പേര്, റിലീസ് ചെയ്യുമ്പോൾ വേറെ പേര്, അങ്ങനെയായിരുന്നു. താരുണ്യം അട്ടഹാസം ആയതുപോലെ ഇത് പച്ചക്കൊടി എന്നാണ്. അപ്പം അന്ന് പത്രത്തിലൊക്കെ എഴുതിയിരുന്നത് രാജാ സാർ പച്ചക്കൊടി കാണിച്ചു എന്നൊക്കെയായിരുന്നു. പക്ഷെ അതിലല്ല, സത്യമല്ലേ അല്ലേ? പക്ഷെ ആ പാട്ട് വന്നത് നീദാന അന്തക്കുയിൽ എന്ന് പറഞ്ഞ ഒരു സിനിമയിലാണ് വന്നത്. ആൻഡ് അതിനുശേഷം ചേച്ചി സിന്ധു ഭൈരവി എന്നുള്ള ഒരു ചിത്രം, അതിനുശേഷം പൂവേ പൂച്ചൂടവ. അതിനുശേഷം 5ാമത്തെ സിനിമ, 5ാമത്തെ പാട്ടായിരുന്നു സിന്ധു ഭൈരവി. അതിലാദ്യം ഞാനൊരു സിന്ധു പാടി, അതിനുശേഷമാണ് പാടറി പഠിക്കുന്നത്. ആൻഡ് ഇതിന് പോകുന്ന സമയത്ത് ചേച്ചിയെ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ അമ്മ പറഞ്ഞല്ലോ പരീക്ഷ എഴുതി, MA പരീക്ഷയുടെ സമയമാണ്, അത് വേണോ എന്ന് ഒന്നുകൂടെ ചിന്തിച്ചിട്ട് മതിയെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അല്ല, അത് ശരിക്കും ഞാനൊരു സിന്ധിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് തിരിച്ച് അന്നത്തെ വൈകുന്നേരത്തെ ട്രെയിനിൽ ട്രിവാൻഡ്രത്ത് വന്നിട്ട് പിറ്റേ ദിവസം ഞാൻ MA ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം നടക്കുന്ന സമയം. അപ്പം അമ്മ പറഞ്ഞൊക്കെയാണ് വിട്ടത്, പഠിച്ചോണം, കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്ന് പഠിച്ചോണം എന്ന് പറഞ്ഞാൽ വിട്ടത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രാജാ സാർ ഒരു നാൾ കൂടെ നിന്നിട്ട് പോകാൻ മുടിയുമ്മ, ഒരു പാട്ട് കൂടി ഇറക്ക് എന്ന് പറഞ്ഞപ്പോൾ
അച്ഛന് ആദ്യം പറഞ്ഞു അയ്യോ പരീക്ഷ നടക്കുകയാണ്. അപ്പം എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ്. അമ്മയ്ക്ക് പരീക്ഷ വിട്ടിട്ട് പാടാൻ പോകുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അച്ഛൻ ഇത് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു അയ്യോ ഇതെങ്ങനെ പരീക്ഷയുള്ള കുട്ടിയെ വിളിച്ചു ഇങ്ങനെ റെക്കോർഡിങ്ങിന് കൊണ്ടുപോയി എങ്ങനെയാണെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇളയരാജ സാറിനെ പോലെയുള്ളൊരു വ്യക്തിത്വം പാടിയിട്ട് പോക മുടിയുമാ, അതുക്ക് മേലെ ഇതിൽ വരപ്പോകുത് എന്നൊക്കെ പറയുമ്പോൾ അത് വിട്ടളിഞ്ഞിട്ട് പോകുന്നത് ഭയങ്കര മര്യാദകേടാണ്. അപ്പോൾ അത് അവൾ പിന്നെ എഴുതിക്കോളും. അച്ഛൻ അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തു. ആൻഡ് അമ്മയ്ക്ക് അതിന് പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് ഒരു നാഷണൽ അവാർഡും കൊണ്ടു കൊടുത്തു ചേച്ചി ആ പാട്ടിന്. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി നമ്മുടെ ഇന്നത്തെ ട്രിബ്യൂട്ട് സെഷൻ തുടങ്ങുന്നത് ആ മനോഹരമായ ചേച്ചിയുടെ ജീവിതത്തിലേക്ക്. കുറച്ച് പേരുടെ പാട്ടൊക്കെ ഇവിടെ ഇരുന്നപ്പോൾ കേട്ടു, എല്ലാവരും നല്ല അസലായിട്ട് പാടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പാട്ട് കേൾക്കാൻ ഞാൻ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നു. ചേച്ചിയുടെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കൊണ്ടുവന്ന് ആ പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം. പാടറിയൻ പഠിപ്പറിയൻ. അത് ഈ ഗാനം നമ്മൾക്കായിട്ട് ആലപിക്കുന്ന ഇന്ന് ശാലിനി ആൻഡ് ബെറ്റി. ഒരു നല്ല കൈയടി കൊടുത്താട്ടെ. ആദ്യം തന്നെ നാഷണൽ അവാർഡിൻ്റെ ഒരു പാട്ടിലേക്ക് കടന്നെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു പോയി എൻ്റെ മാമാട്ടുകുട്ടിയമ്മയ്ക്കെന്ന് ഉള്ള ചിത്രത്തിൽ ജെറി എംഎൽദേവ് സാറിൻ്റെ അല്ലേ ചേച്ചി, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചേച്ചി? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ കേൾക്കാത്ത ഒരു വെസ്റ്റേൺ അല്ലേ ഒരു ട്യൂൺ ഉള്ളൊരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടിനൊക്കെ. എങ്ങനെയായിരുന്നു ചേച്ചി? ജെറി എംഎൽദേവ് മാസ്റ്ററിനെ ശരിക്കും ഈ അരികിലോ അകലെയോ പാടിയില്ലേ നവംബറിൻ്റെ നഷ്ടം ആ ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിന് രാധാകൃഷ്ണൻ ചേട്ടനെ അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ജെറി മാസ്റ്റർ ഞാൻ ആദ്യം കാണുന്നത്. അപ്പം അതിന് ശേഷമാണ് ഈ ഫിലിം വന്നപ്പോൾ ജെറി മാസ്റ്റർ എന്നെ വിളിച്ചു. അതിന് മുമ്പ് സ്രാവ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതാണ്. അതിൽ പാടാൻ വേണ്ടി വരാൻ പറഞ്ഞു. പക്ഷെ ആ പാട്ട് എൻ്റെത് വന്നില്ല, അതും ജാനകി അമ്മ പാടിയ വേർഷനാണ് വന്നത്. പക്ഷെ അന്നും എന്നെ കൊണ്ട് പാടിച്ചിരുന്നു. ഞാനും മാർക്കോസും ചേർന്നിട്ടൊരു ഡിവറ്റും പാടിയിരുന്നു. മുത്തുകൾ വീളയും കടലേ നീയൊരു മുത്തു തരൂ തരൂ, ഇത് ജാനകിയമ്മ പാടിയ പാട്ട്. അതൊരെണ്ണം എന്നെ കൊണ്ട് ട്രാക്ക് പാടിപ്പിച്ചതായിരുന്നു. പിന്നെ തുമ്പി തുള്ളും പൂമല അത് ഞാൻ മാർക്കോസ് ഇറങ്ങിയില്ല, സ്രാവ് ഇറങ്ങിയെന്ന് തോന്നുന്നു, പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പാട്ട്. അതിന് ശേഷമാണ് ഈ നോക്കത്താ ദൂരത്ത് കണ്ടത്. അതിനോട് ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവം. ആൻഡ് ബേബി ശാലിനിയും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടൊരു കുഞ്ഞായിരുന്നല്ലോ മാമാട്ടുകുട്ടിയമ്മ. അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ KS ചിത്ര, ആഹാ കൊള്ളാലോ, ഒരു പുതിയ ശബ്ദം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റുവാങ്ങിയ ഒരു പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ആക്ച്വലി ആ പാട്ടിലേക്ക് നമ്മൾ പോകുന്നില്ല ചിത്ര ചേച്ചി. ഇന്ന് ഇവർ ഒരുക്കിയിരിക്കുന്ന പാട്ട് ജെറി സാറ് ഒരു ഫോക്ക് ടച്ചിൽ ചെയ്തൊരു പാട്ടാണ്, പെണ്ണിൻ്റെ ചെഞ്ചുണ്ടി. ജെറി സാറ് പറയുന്നത് കേട്ടിട്ടുണ്ട്,
അത് അദ്ദേഹത്തിന് വളരെ ടാസ്ക് ആയിരുന്നു ആക്ച്വലി അത് മ്യൂസിക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ജെറി മാസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ പാട്ട് പഠിപ്പിക്കുമ്പം അത് എത്ര സസ്റ്റെയിൻ വേണം, അതെങ്ങനെ കേർവ് ചെയ്ത് അടുത്ത നോട്ടിലേക്ക് കൊണ്ട് നിർത്തുന്ന ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അങ്ങനെ തന്നെ വേണം. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ട് പാടിക്കൊടുത്താൽ വലിയ സന്തോഷം. അപ്പോൾ ആ പെണ്ണിൻ്റെ ചെഞ്ചുള്ളിൽ എന്ന് പറഞ്ഞാൽ ദാസേട്ടനോടൊപ്പം ചേച്ചി പാടിയ ആ ഒരു ഡ്യുവറ്റാണ് ഇതിപ്പോൾ പാടാൻ പോകുന്നത്. ഇനി ഇവിടെ പാടുന്നത് ഷിബു, ദീപു, ജാസ്മിൻ, സലീന. ഹലോ ഹലോ ഇങ്ങനെയല്ല ഉണ്ടോ? ഹലോ ഹലോ ഹലോ. കരിവണ്ടിണ കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടു. കൊയ്യാരം പയ്യാരം തുടികൊട്ടന ശൃംഗാരം ഒഹൈ ഹൊയ് മനസ്സിന് കുളിരണ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു. ഹയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു. ഹയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. നമ്മൾ നാഷണൽ അവാർഡിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞുപോയി. കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ ഒരു 85 മുതൽ എനിക്ക് തോന്നുന്നു 10 വർഷം ചേച്ചി അടുപ്പിച്ച് വാങ്ങിക്കൊണ്ട് പോയി ഇല്ലേ? 11 വർഷം. ഒരെണ്ണം കൂടിയതേ ഉള്ളൂ, കുറഞ്ഞില്ല എന്തായാലും. അപ്പോൾ ഈ പൂമാനമേ എന്നുള്ള പാട്ടിന് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി പിന്നെ ഒരേ സ്വരം അല്ലേ ചേച്ചി? ആ 3 പാട്ടിനോട് ചേർന്നിട്ടായിരുന്നു ഒരു ആ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ശ്യാം സാറാണല്ലോ നിറക്കൂട്ട നക്ഷത്രത്തിലെ പൂമാനം എന്നുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി ഒത്തിരി പാട്ടുകൾ പിന്നീട് ചേച്ചി പാടുകയുണ്ടായില്ലേ? ഒരുപാട് പാട്ടിൽ ശ്യാം സാറിന് തീർച്ചയായിട്ടും. അതിൻ്റെ ഒരുമാതിരി ശ്യാം സാറിനെ ആദ്യമായിട്ടൊരു സിനിമയുടെ റെക്കോർഡിങ്ങിന് തന്നെയാണ് പരിചയപ്പെടുന്നത് ഞാൻ. പാവമണി സാറ് ഡയറക്റ്റ് ചെയ്യുന്ന അതേ പ്രൊഡ്യൂസിങ് ആണ് ഡയറക്റ്റ്, അത് ഓർമ്മയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിനായിട്ടാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ടുപോകുന്നത്. ആ പാട്ട് പക്ഷേ ഞാൻ പെട്ടെന്ന് മറന്നുപോയി പേര്. ആ ഒരു പാട്ടിന് വാനമ്പാടി ഇതിലേ പോരൂ എന്നൊരു ഇതായിരുന്നു ആദ്യം ശ്യാം സാറിന് വേണ്ടി പാടിയ പാട്ട്. പിന്നെയാണ് പൂമാനമേ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ ഗായികയും അറിയുകയും ചെയ്ത് എത്രയോ പാട്ടുകൾ പാടിയിരിക്കുന്ന ചേച്ചി ശ്യാം സാറിന് വേണ്ടിയിട്ടല്ലേ. പിന്നെ ഇവിടെ ഇവർ പാടാൻ പോകുന്ന പാട്ട് മാനമേ. ഓക്കെ, എന്ത് പാട്ടാ അത് അല്ലേ? കേൾക്കാം തീർച്ചയായിട്ടും. ഇന്ന് അത് ഇവിടെ ആലപിക്കുന്നത് മജീദ്, നാദിർഷ, സലീം ആൻഡ് ഷാലിൻ. നിധി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, നിധി എന്നുള്ളത് സോറി, നിധി. നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് അന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞാൽ ഒന്നും പ്രശ്നമില്ലല്ലോ, ക്ഷമിച്ചേക്കാം. കരളിലിട
കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാത്തുമ്പോ ചേച്ചിയുടെ രണ്ടാമത്തെ നാഷണൽ അവാർഡ് നക്ഷത്രങ്ങൾ ചിത്രം അല്ലേ? ONV സാറ്, ബോംബെ രവി സാറിൻ്റെ കൂട്ടുകെട്ട് ആൻഡ് MT ഹരിഹരൻ സാറിൻ്റെ അല്ലേ ചിത്രം. അതും ഇതുപോലെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ചിത്രമായിരുന്നു അല്ലേ ചേച്ചി? മഞ്ഞൾ പ്രസാദ്. അതിന് നാഷണൽ അവാർഡ് കിട്ടിയത് ചേച്ചിക്ക്. അതിനകത്ത് പക്ഷേ ദാസേട്ടൻ പാടിയിട്ടുണ്ട്, ജയേട്ടൻ പാടിയിട്ടുണ്ട്, ചിത്രേച്ചി പാടുന്നുണ്ട് ഇല്ലേ? അതെ അതെ അതെ. ദാസേട്ടൻ പാടിയ പാട്ട് ആരെയും ഗായകനാക്കും. ജയേട്ടൻ പാടിയത് കേവല കഥ ദേവദൂതികയാണോ ഞാൻ. ഹലോ. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ചിത്രച്ചി പാടിയ പാട്ടാണ് മഞ്ഞൾ പ്രസാദം. അതൊരു ഇന്നും എന്നും ഇനി എന്നും ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് മലയാളികളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കി തന്ന പാട്ടാണ്. കറക്റ്റ്. അത് മുളുന്നോ രണ്ടുപേരും പിന്നെന്താ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഇന്നിന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു ഓ വന്നു ചിരി തൂകി നിന്നു ഓ വന്നു ചിരി തൂകി നിന്നു. ഭാഗ്യമുള്ളൊരു നിമിഷം തന്നെയാണ് ഇതൊക്കെ. സത്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ എന്നും എല്ലാവർക്കും ഇത്ര അടുത്തിരുന്നത് കേൾക്കുക എന്ന് പറയുന്നത് മനസ്സിലായി ചേച്ചി. ഇന്ന് നമുക്കായിട്ട് ഇവിടെ നമ്മുടെ ടീം മെമ്പേഴ്സ് പാടുന്നത് ജാസ്മിൻ, ഗ്രീഷ്മ, ഷബാന, സ്മിത ആൻഡ് സംറിൻ. ഇതിനിടയ്ക്ക് ജോസേട്ടൻ വന്ന് പറയായിരുന്നു നമ്മുടെ വേർഷനോടൊന്ന് കേട്ടോട്ടെ ചിത്ര ചേച്ചി. ഹലോ 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 ഹലോ.
കുറഞ്ഞോ കയ്യടിയുടെ? യെസ്, ഇത് എപ്പോഴും ഉണ്ടാവട്ടെ. ചോദിച്ച് മേടിക്കാൻ ഇടക്കല്ലേ, ഇടവരത്തല്ലേ. ചേച്ചി 86, 87, 88 ഇത് 3 വർഷത്തെയും നാഷണൽ അവാർഡ് ചിത്ര ചേച്ചിക്കായിരുന്നു അല്ലേ? അല്ലേ, അതായത് നമ്മുടെ പാടറിയൻ പാടറിയൻ, മഞ്ഞൾ പ്രസാദം, വൈശാലി. അതാ ഞാൻ പറഞ്ഞത്. അടുപ്പിച്ചായിരുന്നു അടുപ്പിച്ചായിരുന്നാണ് ഗൂഗിളിലൊക്കെ കിടക്കണത്, നമുക്കറിയാം. ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്. എന്നാലും 3 നാഷണൽ അവാർഡ് നമ്മുടെ ആദ്യം വന്ന ഈ പാട്ടുകൾക്കൊക്കെയാണ്. അതുപോലെ ജോൺസൺ മാഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തെ ആ സംഗീത സംവിധായകൻ്റെ ഒരു ഇത് ചേച്ചിയുടെ മ്യൂസിക്കൽ കരിയറിലുള്ള ഒരുപാട് നല്ല പാട്ടുകൾ ചേച്ചിക്കും ഞങ്ങൾക്കും തന്നിട്ടുണ്ട്. മറക്കാനാവാത്ത ഒരുപാട് പാട്ടുകൾ അല്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യുക ചേച്ചി. ആ ഒരു കുടുംബമായിട്ടും ഇപ്പം നല്ല ബന്ധമാണല്ലോ ചേച്ചിക്ക് അല്ലേ? ജോൺസൺ മാഷിൽ. ജോൺസൺ മാഷിനെ ആദ്യം കണ്ട ആദ്യത്തെ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഒരു ടെറിഫൈങ് എക്സ്പീരിയൻസ് ആണോ? കാരണം മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. റെക്കോർഡിംഗ് സമയത്തൊന്നും മാഷിൻ്റെ മുഖത്ത് ചിരിയൊന്നും ഉണ്ടാവില്ല, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് പാടിയ പാട്ട് പിന്നെ മാണിക്യ പുന്നാര പെണ്ണ് വന്ന് ഇവൾ മാലത്തു നിങ്ങാനും പൊട്ടി, ദാസേട്ടനാണ് ഫുൾ പാട്ട്. അതിനകത്തൊരു 3 ചരണം വരും. അതിൽ 3ാമത്തെ ചരണത്തിന് മുമ്പ് ഉള്ള ബീജത്തിലൊരു ഹമ്മിങ് ആണ് ഞാൻ പാടേണ്ടത്. എനിക്കറിഞ്ഞൂടെ, ടെൻഷൻ കയറിയിട്ട് ആ പഠിപ്പിച്ചെന്ന ശരിക്കും ഹമ്മിങ് വരണ്ട്. എനിക്ക് നിന്നു ഒന്നും വരുന്നില്ല. ഞാൻ കാരണം ഒരു 3 ടേക്ക് ഓൾറെഡി പോയി. അത് ആ പാട്ട് ഫുൾ 2 ചരണവും പാടി കഴിഞ്ഞിട്ടാണ് എൻ്റെ പോർഷൻ വരുന്നത്. എനിക്കങ്ങ് ടെൻഷൻ കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പാടുന്നത് എല്ലാം തെറ്റ്. ഈ നോട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല. പക്ഷെ അപ്പോൾ മാഷ ചൂടായിട്ട് ദാസേട്ട ആ കുട്ടിയോട് മര്യാദയ്ക്ക് പാടാൻ പറഞ്ഞു, ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഒന്നുകൂടെ എനിക്ക് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് കൂടെ പോയി. പിന്നെ ആ സമയത്ത് ഞാൻ ദാസേട്ടനെ ഞാൻ അത്രയധികം എന്താ പറയണ്ടേ, നന്ദി പറയണം. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കണം. ആ സമയത്ത് ദാസേട്ടൻ ഹെഡ്ഫോൺ ഊരി വെച്ചിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചെന്ന് എന്നുള്ള നോട്ടിലേക്ക് വരണം എന്ന്. അത് ചെയ്തുകൊണ്ട് ആ ഒരു ടേക്ക് ഞാൻ മര്യാദയ്ക്ക് പാടി. അങ്ങനെ അതൊരു പേടിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം ജോൺസൺ മാഷിന് ചെന്നൈയിൽ പോയിട്ടാണ് ഒരു പാട്ട് പാടിയത്. ആരോ മലേ ഇന്നാരോ മലേ നിന്നാലിന്നാത്മാവു ശ്രീകോവിലായി. ആ പാട്ടൊക്കെ ഇപ്പോൾ കുറച്ചൊരു ധൈര്യമൊക്കെ വന്നു. അപ്പോൾ അതിനകത്ത് അതൊക്കെ മാസ്റ്റർക്ക് ഇഷ്ടമായ പാട്ടുകളാണ്. പിന്നെ ജോൺസൺ മാസ്റ്റർക്ക് ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും മാഷ് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത് മധുരം ജീവാമൃത ബിന്ദു. ആ പാട്ട് മാഷ് ദാസേട്ടന് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടാണ്. അതൊരു ഫീമെയിൽ റേഞ്ചിലും അല്ല, ഫീമെയിൽ പാടി എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടി. അപ്പം മാഷിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിത് ദാസേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്ത പാട്ടാണ്, അതിൻ്റെ ഫീമെയിൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും ഇങ്ങോട്ട് ചിന്തിക്കാൻ വയ്യ, ഒന്ന് പാടി നോക്കൂ. അങ്ങനെ ഒന്ന് പാടി നോക്കൂ. ഇത് ഓഡിയോ അതിനകത്ത് ആ സിനിമയിൽ ഒറ്റ പാട്ടേ ഉള്ളൂ. അപ്പം അത് റിലീസ് ചെയ്യണമെങ്കിൽ 2 പാട്ടെങ്കിലും വേണം ആ CD-യുടെ ലെങ്ത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിനു വേണ്ടി പാടിപ്പിച്ചാണ്. ആ ഒരു പാട്ട് മാത്രമാണ് ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന് എനിക്കൊരു അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി എത്ര പാട്ടുകൾ പാടി? പിന്നെ ഒരുപാട് പാട്ട്. പിന്നെ എപ്പോഴും പറയുമായിരുന്നു ചിത്ര ഫിലിമിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിയുമ്പം, ഞാൻ ഇതിനകത്ത് പാട്ടൊക്കെ നിർത്തി റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പം എൻ്റെ മ്യൂസിക് അസിസ്റ്റൻ്റായിട്ട് കൂടിക്കോ, അതായത് സിംഗേഴ്സിന് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് പഠിക്കുന്നത് കൊണ്ട് അത് മാഷക്ക് എളുപ്പമാവും, എൻ്റെ ജോലി എളുപ്പമാവും. അതുകൊണ്ട് നീ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടിക്കോ എന്ന് പണ്ട് പറയുമായിരുന്നു. കേൾക്കുന്നുണ്ടാവും എവിടെയെങ്കിലും ഇരുന്നിട്ട്. ആൻഡ് അവരുടെ കുടുംബമായിട്ടോ അതെ ചേച്ചിക്ക് നല്ലൊരു റാണിയോ അതെ, പിന്നെ മോളും മോനും എല്ലാവരുമായിട്ട്. ഇന്ന് ചേച്ചി ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ടാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഈ ട്രിബ്യൂട്ട് സെഷനിൽ. ഏത് പാട്ടാ? കണ്ണാടിക്കൈയിലോ പാവം പാവം രാജകുമാരൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചേച്ചി പാടാൻ പോയപ്പോൾ? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? നോർമൽ റെക്കോർഡിങ്സ് പോലെ. പിന്നെ സ്പെഷ്യലായിട്ട് പറയാൻ രാജഹംസമാനൊന്നും പ്രത്യേകിച്ചൊരു ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ റെക്കോർഡിംഗ് പോലെ തന്നെ പോയിട്ടായിരുന്നു. അപ്പോൾ ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഇതിവിടെ പാടുന്നത് ബെറ്റി, നിധി, ജാസ്മിൻ, അശ്വിക. നിധി ഉണ്ടല്ലോ.
ഹലോ കല്യാണം കണ്ടോ ഇനി ചേച്ചിയുടെ മ്യൂസിക്കൽ ജേണിയിൽ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരാൾ SPB സാറാണ്. ഒരിക്കലും അല്ലേ മാറ്റി വെക്കാൻ പറ്റാത്തൊരു പേര് തന്നെയാണ് SPB സാർ. SPB സാറിനോട് ചേച്ചി ആദ്യം പാടുന്ന പാട്ട് അനശ്വരം എന്ന് പറഞ്ഞ ചിത്രത്തിലെയാണ് ചേച്ചി താരാപഥം ആദ്യം പാടുന്നത് കാലകാലமாக വാഴും കാതലുക്ക് നാങ്കൾ അർപ്പണം. അതാണ് തമിഴ്. മലയാളത്തിൽ താരാപഥം. അപ്പോൾ എന്താ പറയുക SPB സാറുമായിട്ടുള്ളൊരു ബന്ധത്തിനെ കുറിച്ച് ചേച്ചിയോട് എത്ര ചോദിച്ചാലും എത്ര പറഞ്ഞാലും മതി വരത്തില്ലെന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്കും എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഡുവറ്റ്സ് പാടിയിരിക്കുന്നത് SPB സാറിൻ്റെ കൂടെയാണ്. പിന്നെ സാറിൻ്റെ കൂടെ പാടുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ ലാംഗ്വേജ് അറിയാത്ത സമയത്ത് തെലുങ്ക് പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് പാടി തുടങ്ങുമ്പോൾ ഒട്ടും അറിയില്ലായിരുന്നു. അപ്പോൾ ഓരോ വാക്കുകളുടെ അർത്ഥം എങ്ങനെയാണ്, അത് എങ്ങനെ ഇമോട്ട് ചെയ്യണം എന്നുള്ള ഒരുപാട് ഗൈഡൻസ് എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് റെക്കോർഡിങ്ങിൻ്റെ സമയത്തൊക്കെ. അത് അപ്പടി പഠിക്കോ, അത് എപ്പടി പഠനം, എന്താ ഇന്ന വേർഡിൻ്റെ മീനിങ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. അതുപോലെ സ്റ്റേജിലാണെങ്കിലും ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, മലേഷ്യയിലൊരു പ്രോഗ്രാമിന് പോകുമ്പം അതുപോലെ എൻ്റെ ശബ്ദം കംപ്ലീറ്റ് അടഞ്ഞുപോയി. അപ്പോൾ എനിക്ക് മേലെ പാടാൻ പറ്റുന്നില്ല, താഴെ കുഴപ്പമില്ല. അപ്പം അഞ്ജലിയൊക്കെ ഭയങ്കര മേലെയാണല്ലോ. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, റിഹേഴ്സൽ സമയത്ത് ചോദിച്ചൊരു ഒരു സെമി ടോൺ ഡൗൺ ചെയ്ത് പാടാമോ, എനിക്ക് ആ റേഞ്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ തോന്നി അത് റേഞ്ച് കമ്മി പണ്ണാൽ അത് ഉസിര് പോയിടും, പാട്ടിൻ്റെ ജീവൻ പോകും. അതുകൊണ്ട് അതിൽ തന്നെ നീ ട്രൈ പണ്ണലാം, നാളേക്കെല്ലാം ശരിയായിടും എന്നൊക്കെ പറഞ്ഞിട്ട് റിഹേഴ്സൽ നിൻ്റെ അടുത്ത് താഴെ പാടിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് അന്നും എനിക്ക് നല്ലോണം തുറന്നിട്ടില്ല, ഒരു വിധം തലേ ദിവസത്തിൽ ഒരു ഇച്ചിരി ഭേദം, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ നല്ല ടെൻഷനിൽ നിൽക്കുകയാണ്, എനിക്ക് എത്തിയില്ലെങ്കിൽ എന്താവും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഹമ്മിങ് വരുന്ന സമയത്ത് നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് യു ക്യാൻ ഡു ഇറ്റ് എന്ന് ഇങ്ങനെ എനിക്കിപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എപ്പോഴും കൂടെ പാടുന്നവർ അത്രയും സപ്പോർട്ട് ചെയ്യും. ഒരിക്കലും സ്റ്റേജിൽ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്താൽ പോലും അത് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ സാർ ഒരിക്കലും പെരുമാറില്ല. അത് SPB സാറിൻ്റെ ഒരു വലിയൊരു ഗ്രേറ്റ്നെസ് ആണ്. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് എനിക്കുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡ് ടൂറിന് പോയി SPB 50 എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, 50 years ഓഫ് SPB സാറിൻ്റെ സംഗീത ജീവിതം. അപ്പോൾ അതിന് പോയ സമയത്ത് ഇതുപോലെ പോകുന്ന എല്ലാ സ്ഥലത്തും ഉയരെ, ആ സമയത്ത് വലിയ ഹിറ്റ് ഉയരെ എഴുതിക്കൊണ്ട് തരുമായിരുന്നു പാടാൻ. അപ്പോൾ എൻ്റെ കൂടെ പാടാൻ ഒരാളില്ല. അപ്പോൾ ഒരിടത്തും ആ പാട്ട് പാടിയിട്ടില്ല. ഞാനായിട്ട് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ദാസേട്ടൻ, രാജാ സാർ, SPB സാറൊക്കെ ഉള്ള ഷോയിൽ ഞാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാറില്ല. ഈ പാട്ട് പാടുമെന്നാണ് ഞാൻ പോയി പാടും, അത്രയേ ഉള്ളൂ.
അപ്പം അന്ന് ഇതുപോലെ ഇത് പാടാൻ പറ്റിയില്ല. അപ്പോൾ സാറിനത് മനസ്സിലുണ്ടായിരുന്നു. ഇത്രയും പല സ്ഥലത്ത് ചോദിച്ചു. ഇപ്പോൾ കൂടെ പാടാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഞാനത് പാടാത്തതെന്നുള്ളത് സാറിന് മനസ്സിലായി. പിന്നെ ആ ഗ്രൂപ്പിൽ ആ ഒരു ടൂറിൽ മുഴുവൻ കോറസ് പോർഷൻസ് പാടേണ്ടതൊക്കെ ഞാനും SP ശൈലജയും കൂടെ ചേർന്നിട്ടാണ് പാടിയത്. അപ്പം അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് ലാസ്റ്റ് ഷോയിൽ ഒരു പാട്ട് മാത്രം സാറ് ലിസ്റ്റ് ഇട്ട് തരുമ്പോൾ ഒരു പാട്ട് ഗ്യാപ്പ് വിട്ടിരുന്നു. അപ്പോൾ അവിടെ എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ പാട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഉയരയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വായിക്കുന്നു. സാറ് സ്റ്റേജിൽ തന്നെ നിൽക്കണം. അപ്പം ഞാൻ എന്താണ് സംഭവിക്കുന്നത്, ഞാൻ പോണോ വേണ്ടിയോ എന്ന് എനിക്കൊരു ഡൗട്ട്. എനിക്ക് സെക്കൻഡ് ചരണമേ ഉള്ളൂ. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് എന്തെന്ന് ഇങ്ങനെ ഓർക്കസ്ട്ര അടുത്തൊക്കെ ചോദിച്ചു എന്താണെന്ന്. അവരാരും ഒന്നും പറഞ്ഞില്ല. നോക്കുമ്പോൾ സാറ് ഉയരെ പാടി. ഒരു ആർട്ടിസ്റ്റും അത് ചെയ്യില്ല. ഹരിഹരൻ സാറ് ഗ്രേറ്റ് സിംഗർ ആണെങ്കിലും SPB സാറിനേക്കാൾ എത്രയോ ലേറ്റായിട്ട് വന്നാണല്ലോ. പക്ഷെ ആ പല്ലവി പാടി, ചരണം പാടി, അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഞാനും അത് ഫുൾ സോങ് പാടി കഴിഞ്ഞിട്ട് ഓഡിയൻസിനോട് പറഞ്ഞു, ഈ ഒരു ഗ്രൂപ്പിൽ മുഴുവൻ എല്ലാ പാട്ടിനും കോറസ് പാടുകയും ഒന്നും ചെയ്യാതെ അവൾക്ക് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് വേറെ ഒരു ആർട്ടിസ്റ്റും ചെയ്യാത്ത കഥകളൊന്നും നമ്മൾ ആരും ഇതൊക്കെ ഇങ്ങനെയുള്ള ലെജൻസ് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓരോരുത്തരും ആ ഒരു മഹത്വം. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി, നമുക്ക് ഇന്നിവിടെ അനശ്വരം എന്ന് പറഞ്ഞ ചിത്രത്തിലെ താരാപഥം എന്നുള്ള ഗാനത്തിനായിട്ട് ഇവർ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പം അതിനിവിടെ പാടുന്നത് ഷബാന, അനിൽ, ഹലോ ഫീമെയിൽ, ഷബാന, അനിൽ ആൻഡ് ഫീമെയിൽ കോറസ്. ഹലോ ചെക്ക് ഹലോ 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 നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പോയി മൃദു ചുംബനങ്ങൾ നൽകാ അണയുമോ രാഗദൂതുമായി സുഖദമീ നാളിൽ പ്രണയശലഭങ്ങൾ അണയുമോ രാഗദൂതുമായി വർണ്ണദീപശോഭയിൽ കണ്ടു ഞാൻ താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാ താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ചേച്ചിയുടെ ഈ ഒരു മ്യൂസിക്കൽ ജേണിയിൽ മലയാളത്തിൽ ഇനിയും നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള പല സംഗീത സംവിധായകരും ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ സമയക്കുറവ് ചേച്ചിക്ക് പറഞ്ഞു, നമ്മൾ പറഞ്ഞല്ലോ ആകെ 45 മിനിറ്റിനകത്ത് വേണം ഇതെല്ലാം ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ സ്ട്രേറ്റ് അവേ പുയൽ AR റഹ്മാൻ സാറിലേക്ക് പോകുകയാണ്. അദ്ദേഹമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ചോദിക്കാതെ തന്നെ നമുക്കറിയാം ചേച്ചിക്ക് നിറയെ പറയാനുണ്ടാവും. ആൻഡ് നമ്മൾ ധാരാളം എല്ലാവരും കേട്ടിട്ടുണ്ടാവും യൂട്യൂബിൽ നിന്നൊക്കെ ചേച്ചി എപ്പോഴും പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സുഖം ചേച്ചി പറയാറുണ്ടല്ലോ, എപ്പോഴും പാട്ട് പാടുമ്പം
ആദ്യം നമുക്ക് അറിയത്തേ ഇല്ല ഇതെങ്ങനെയാണ് പുറത്ത് വരിക എന്നുള്ളത് അല്ലേ. അതിനുശേഷം പക്ഷേ ചേച്ചി എത്ര പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി പാടുകയും ചെയ്തു. ഇന്ന് ഇവിടെ ആക്ച്വലി ഇവർ ഒരു പാട്ട് ഒരുക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിവർ പാടത്തില്ല, ഇവിടെ ഇൻസ്ട്രുമെൻ്റലായിട്ട് അത് വായിക്കുകയാണ്. പക്ഷേ എന്നാലും അതിന് മുൻപായിട്ട് ചേച്ചി ഏ ഹസി വദിയ എന്നുള്ള പാട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു 2 വരി. ഹേ ഹസി വാദിയ ശരിക്കും പറഞ്ഞാൽ റോജയിലത്തെ പാട്ട് തന്നെയാണ്. റോജയിൽ ഞാൻ റഹ്മാൻ ആദ്യമായിട്ട് പാടാൻ പോകുന്നത് തന്നെ രുക്കുമണി രുക്കുമണി അക്കം പക്കോ എൻ്റെ സത്തം, അതാണ് ആദ്യം പാടിയ പാട്ട്. പിന്നെ അതിനകത്ത് തമിഴിൽ ഈ പാട്ട് സുജു പാടിയതാണ്, ഹിന്ദിയിലാണ് ഞാൻ പാടിയത്. ഹേ ഹസി വാദിയായി ഖുലാസം. അപ്പം ശ്രുതി ഇതല്ല, ഞാൻ അതേ ശ്രുതിയിൽ പാടിപ്പോയത്. പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ പാടുമ്പോൾ ഉള്ള ഏറ്റവും എന്ന് പറയുന്ന ആദ്യം ലിറിക്സ് തരും, എന്നിട്ട് കീബോർഡിൽ വായിച്ചു തരും ട്യൂണ്. പാടിത്തരില്ലായിരുന്നു ആദ്യകാലത്ത്, പാടിത്തരില്ലായിരുന്നു. ഇപ്പം പാടിത്തരും. ആദ്യം പാടാറില്ലായിരുന്നു, കീബോർഡിൽ വായിച്ചു തരാം. അത് നമ്മൾ ഈ ലിറിക്സുമായിട്ട് നമ്മൾ അത് സിങ്ക് ചെയ്തിട്ട് പാടുമായിരുന്നു. അപ്പോൾ ലെജൻസിന് മുമ്പിൽ വരുമ്പോൾ പേടി ഉണ്ടായിരുന്നു. അതിന് മുമ്പൊക്കെ ഞാൻ രാജാ സാറിനെ പാടാൻ വരുമ്പോഴും അവിടെ ഒരു കൊച്ചു പയ്യനായിട്ട് കീബോർഡ് വായിക്കാൻ വരുമായിരുന്നു. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ. ഒരു കൊച്ചു കൂട്ടത്തിൽ ഏറ്റവും വിജയ് മാനുവലിനെ പോലെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാർ നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു കൊച്ചു കുട്ടി നിൽക്കുമ്പോൾ ഒരു കൗതുകം തോന്നുമല്ലോ. അപ്പോൾ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് RK ശേഖർ സാറിൻ്റെ മകനാണ്, ആരോടൊന്നും സംസാരിക്കില്ല, വരും വായിക്കും, രാജാ സാറ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസൊക്കെ കാതിൽ കേൾക്കും, അത് വായിക്കും, അതൊന്നും മിണ്ടാതെ 2 കൈയും ഇങ്ങനെ പോക്കറ്റിലിട്ട് നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടൊന്നുമില്ല. റോജയുടെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട്, അപ്പോഴും സംസാരം വളരെ കുറവാണ് കേട്ടോ. ജി അത് പാടലാമോ അങ്ങനെ ചോദിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഇത് പാടിക്കഴിഞ്ഞ് പിന്നെ പാടുമ്പോൾ നമ്മൾ പാടുന്ന എല്ലാം ഏതായത് വേറെ വേറെ മാതിരി ട്രൈ പண்றீங்களா വേറെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇംപ്രവൈസേഷൻസ് നമ്മളിൽ നിന്ന് ഏതൊക്കെ വെറൈറ്റി എന്തൊക്കെ വ്യത്യാസം ഇതിൽ പാടാൻ പറ്റുമോ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. പക്ഷെ ചിലപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനം ഒറിജിനലിൽ കാണൂല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് പിന്നെ എടുത്ത് വെച്ചിട്ടാണ് പാട്ട്. അപ്പോൾ ഈ പാട്ട് രാജാ സാറിനൊക്കെ പാടുമ്പോൾ നമ്മൾ റെക്കോർഡിങ് കഴിയുമ്പോൾ ഈ പാട്ട് ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഓർക്കസ്ട്ര BGM എല്ലാം നമ്മൾ കേട്ടിരിക്കുകയല്ലേ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ആ പാട്ട് എങ്ങനെ വരണു എന്നുള്ളതെന്ന് റിലീസ് ചെയ്യാൻ കാത്തിരിക്കും. മറ്റുള്ളതെല്ലാം ഞാൻ പാടുമ്പോൾ ചിലപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് കയ്യിൽ വെക്കും. എനിക്ക് തന്നെ പിന്നെ കറക്റ്റ് ചെയ്യാനോ ഒക്കെ എനിക്കത് ഭാവിയിൽ പാടാം. അപ്പം പിന്നെ ഒന്ന് പാടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്നെ സ്വയം തിരുത്താൻ അത് ഉപകാരപ്പെടുമല്ലോ. ഞാൻ പാടിയതൊക്കെ ചുമ്മാ എൻ്റെ ടേപ്പ് റെക്കോർഡിൽ അവിടെ ഇരുന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അവിടെ അത് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം കൂടെ കീബോർഡ് വായിച്ചു തരികയാണ്. അങ്ങനെയാണ് പിന്നെ പൂർണ്ണമായിട്ടുള്ളത് ഒടുവിലേക്ക്. പുതിയ അറിവാണ് നമുക്ക് അല്ലേ ശരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ചേച്ചി ഇവർ നമ്മുടെ ടീമിൽ നിന്ന് വായിക്കാൻ പോവാണ് ആ പാട്ട്. मुझको तुम जो मिले हर खुशी मिल गई, मेरी जाने जा मैं तेरी चांदनी, छेड़ दो तुम आज कोई प्यार की रागिनी. സോറി, ചാടിക്കയറി പാടിപ്പോയി. സോറി അല്ല, അത് ഞങ്ങളുടെ ഭാഗ്യം.
ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി SP വെങ്കടേഷ് സാറാണ് ചേച്ചി ആദ്യമായിട്ട് ഹിന്ദി ഫിലിമിലേക്ക് അല്ലേ റിലീസ് ആയില്ല പക്ഷേ അത് ഇറങ്ങി കാണുമായിരിക്കും, നമ്മൾ അറിയില്ല. അത് ഹിറ്റ് പോപ്പുലർ പക്ഷെ പിന്നെ ഹിറ്റായ ഫിലിം ലവ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ട് साथिया तूने क्या कहा बेलिया तूने क्या कहा സൽമാൻ ഖാന്റെ मैंने किया तेरा इंतजार इतना करो ना मुझे प्यार इतना करो ना मुझे प्यार സൂപ്പർ ഹിറ്റാണ് ഇന്നും എന്നും ഓക്കെ. ആക്ച്വലി അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ ചേച്ചി ഹിന്ദി ഫിലിമിൽ നിറയെ പാട്ടുകൾ പാടി അല്ലേ? ആൻഡ് നേരത്തെയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ചേച്ചിക്ക് എപ്പോഴും ഈ ഒരു കുറച്ച് സെഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ സെൻഷ്വസ് ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ ഇച്ചിരി പാടാണ്, ചമ്മല അതുപോലെ ചിരിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ചമ്മലാണ്. പക്ഷേ അങ്ങനത്തെ കുറേ പാട്ടുകൾ ഇവിടെ നമ്മൾ കേട്ടു. ഏഴിമല പൂഞ്ചോല നമ്മൾ ഓഫ് കോഴ്സ് കേട്ടു. എന്നാലും ഹിന്ദിയിൽ എന്താ പറയുക, അനു മലിക് സാറിന് വേണ്ടി പാടിയ രാത് കാ എന്ത് പാട്ടാ ചേച്ചി? അതുപോലെ മറ്റേ SPB സാറിനൂടെ പാടിയ തെൽസ്, അതിൻ്റെ ആ ഒരു ഹമ്മിങ് തന്നെ അതൊക്കെ ഭയങ്കര ഒരു വേറെ ലെവലിലുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ നമ്മുടെ ടീം മെമ്പേഴ്സ് ഒരുക്കിയിരിക്കുന്ന ആ പാട്ടാണ് ചേച്ചി, രാത് കാ നശ. ആൻഡ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പായലി ചുൻമുൻ ആ പാട്ടും പാടുന്നുണ്ട്. അത് ആക്ച്വലി നാഷണൽ അവാർഡ് കൊണ്ടുതന്ന പാട്ടാണല്ലോ ചേച്ചിക്ക്. അതിൻ്റെ തമിഴ് വേർഷനിൽ ജാനകി വില്ലേജ്, അത് ചേച്ചിക്ക് പാടാൻ വരുമ്പോൾ ആ സാധനമൊക്കെ പാടാൻ പറയുമ്പോൾ ചേച്ചിക്ക് എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു? ഓൾറെഡി ജാനകിയമ്മ പാടിയത് നമുക്ക് റെഫറൻസ് ഉണ്ട്, കുഴപ്പമില്ലാതെ. ഓക്കെ, അപ്പോൾ നമുക്കത് കേൾക്കാം. അത് ഇന്ന് ഇവിടെ നമ്മൾക്കായിട്ട് പാടുന്നത് നിധി, ഫറാഷ, സംറിൻ, അനന്ത. ഹലോ ഹലോ रात का नशा भी आँख से गया नहीं रात का नशा भी आँख से गया नहीं तेरा नशीला बदन बाहों ने छोड़ा नहीं आँखें तो खोली मगर सपना वो तोड़ा नहीं वही सांसों पे रखा हुआ तेरे होठों का सपना अभी है वही ओ रात का नशा भी आँख से गया नहीं रात का नशा भी आँख से गया नहीं ആക്ച്വലി ചേച്ചി ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന അല്ല, ഇവർ പാടുന്നുണ്ട് പായലി ചുൻമുൻ. ഹലോ ഹലോ പ്രദീപും ഗ്രീഷ്മയാണ് ആ പാട്ട് നമ്മൾക്കായി പാടുന്നത്. ഹലോ 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 ये भैया गोरी गोरी मैं थामू चोरी चोरी जरा सुन गोरी गोरी सुन तो जरा रहे तू महकी महकी चले तू बहकी बहकी
लगे तू लहगी लहगी मुझको सदा नाव में कलियां चुन चुन बाजे एक तारा तुम दोनों ही सुन के हो मगन पायली चुनमुन चुनमुन झांझरे रुमझुम रुमझुम कितना मधुर है ये मिलन छनछनन चूड़ी बोले सनसनन पुरवा डोले गूंजे ये धरती और गगन ഭാഷയ്ക്ക് അതീതമായിട്ടും തലമുറകൾക്ക് അതീതമായിട്ടൊക്കെ സഞ്ചരിക്കുന്ന പാട്ടുകളാണ് ചിത്ര ചേച്ചി ഇതെല്ലാം അല്ലേ അല്ലേ? അതെ അതെ. അടുത്ത പാട്ടും അത് തന്നെ. അടുത്ത പാട്ട് ഇവർ ഒരുക്കിയിരിക്കുന്നു അതുപോലത്തെ തന്നെ ഒരു പാട്ടാണ്. തുമിലേ ദിൽക്കിലേ ആ പാട്ടാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, കീരവാണി സാറിൻ്റെ ആണല്ലോ ഈ പാട്ട്. 850 പാട്ടുകൾ പാടിയിട്ടുണ്ട് കീരവാണി സാറിന്. ഞാൻ അറിവ് ശരിയാണോ? ആയിരിക്കാം. അല്ല, കീരവാണി സാറിൻ്റെ കാര്യം തന്നെ പറയാം. 850 പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല കീരവാണി സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായിക കൂടിയാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതിന് ഈ തെലിസ എന്നുള്ള പാട്ട് അത് തെലുങ്കിലാണല്ലോ ചേച്ചി പാടിയിരിക്കുന്നത്. ചേച്ചിയോട് എനിക്ക് എപ്പോഴും ചോദിക്കണം തോന്നിയിട്ടുണ്ട്. ഹിന്ദിയും പാടിയിട്ടുണ്ട്. യെസ്, കറക്റ്റ്. ഈ ഭാഷകൾ ചേച്ചി ഇപ്പം മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ് അല്ലാണ്ട് എത്ര ഭാഷകളിൽ ഇപ്പോൾ ചേച്ചി പാടി. അതിൻ്റെ ഒത്തിരി ഫോറിൻ ലാംഗ്വേജസിലും ചേച്ചി പാടിയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയ സംശയം എപ്പോഴും ചോദിക്കാന്ന് വെച്ചാൽ, ചേച്ചിക്ക് ഭാഷകൾ പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പേടിയുണ്ടോ? അല്ല, അറിയാത്ത ഭാഷ പാടുമ്പോൾ നമുക്കൊരു പേടി വരും. കാരണം ആ ഭാഷ അറിയില്ല, അർത്ഥം അറിയില്ല, എങ്ങനെയാണത് ഉച്ചാരണത്തിൽ വ്യത്യാസങ്ങൾ വരാം. നമ്മൾ എന്തായാലും മലയാളം പാടി ശീലിച്ച ഒരാൾ മറ്റുള്ള ഭാഷകൾ പാടുമ്പോൾ ആക്സെൻറ്റ് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഞാൻ ആ അറിയാത്ത ഭാഷകൾ പാടുമ്പോൾ കൂടുതൽ സമയം എടുക്കും. ഞാൻ ചോദിക്കും, അവർ പാടിത്തരുമ്പോൾ അവരുടെ വായുടെ ഷേപ്പ് അതിനനുസരിച്ചൊക്കെ ഞാനൊരു സൈൻ ലാംഗ്വേജ് ഉണ്ടാക്കി മേലെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഉച്ചാരണം തെറ്റാതിരിക്കാൻ. പ്രത്യേകിച്ച് ബംഗാളി അല്ല, നമ്മളിപ്പോൾ ഓ എന്നാണ്, ഓ അല്ല. ഓ ശരി. അപ്പോൾ ഒരുപാട് ഓ എന്നുള്ളൊരു അതെങ്ങനെ എഴുതും, നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സൈൻ ഇട്ട് വയ്ക്കാനേ പറ്റുള്ളൂ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി പാട്ടുകൾ എഴുതുമ്പം കൂടുതൽ ലിറിക്സിനെക്കാട്ടിൽ നൊട്ടേഷൻസ് എഴുതിയിട്ടാണ് നൊട്ടേഷൻസ് എഴുതാറുണ്ട്. അത് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം. ഞാൻ പാട്ട് നാളെ കാണുമ്പോൾ എനിക്കത് നൊട്ടേഷൻ കണ്ടാൽ എനിക്കൊന്ന് ഓർമ്മ വരും. അപ്പം അതിന് വേണ്ടി അത് ശരിക്കും ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടുള്ളൊരു വലിയ ഗുണമല്ലേ? തീർച്ചയായിട്ടും സ്ഥാനം ഉറയ്ക്കണമല്ലോ. പലരും ചോദിക്കാറുണ്ട് ക്ലാസിക്കൽ പഠിക്കണമെന്ന് നമുക്കൊരു പാട്ടുകാരി ആവാൻ ഉള്ളതിന്. പക്ഷെ ക്ലാസിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഒരു പാട്ട് പെട്ടെന്ന് നമുക്ക് എനിക്ക് സഹായമായിട്ടേ ഉള്ളൂ. ശാസ്ത്രീയ സംഗീതം പഠിച്ചതുകൊണ്ട് ഒരു അടിസ്ഥാനം ഉള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ തുമിലെ ദിൽക്കിലെ എന്നുള്ള ഒരു പാട്ട് നമുക്ക് കേൾക്കാം ഇവരുടെ ശബ്ദത്തിൽ. അതിന്നിവിടെ പാടുന്നത് ഫറാഷ ആൻഡ് അമിത്. ഹലോ ഹലോ ഹലോ. मिले दिल खिले और जीने को क्या चाहिए. తెలుసా మనసా ఇది ఏ జన్మ సంబంధమో. ना हो तू दास तेरे पास पास मैं रहूंगा जिंदगी भर. విరహపు జాడలే నాడు వేడి కన్నే
सी चूड़नी नी जड़लो सारे संसार का प्यार मैंने तुझी में पाया दिनुसा मनसा इदी नादी अनुबंधमो हाँ तुम्ही ने दिल की ले और जीने को क्या चाहिए चंदा तुझे ओ देखने को दिखला करता है चीनी मीदा तीगा सागे मल्लिका अल्लको इतनी हंसी कोई नहीं इतनी हंसी कोई नहीं तू मिले दिल की ले और जीने को क्या चाहिए ശരിക്കും ഈ ഒരു ഹമ്മിങ് ഒരു ഇംഗ്ലീഷ് പാട്ടിനകത്തുനിന്ന് വേറൊരു സിംഗർ പാടിയത് എനിക്ക് തന്നു. ഇത് കേട്ട് പഠിച്ചിട്ട് ഒരു വിധമെങ്കിലും എൻ്റെ അടുത്ത് വരെ വരത്തക്ക വിധത്തിൽ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. സൂപ്പറായിരുന്നു ചേച്ചി. 79 കാലഘട്ടം മുതൽ ഈ 2024 വന്ന് നിൽക്കുമ്പോൾ ചേച്ചി പാടിയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരോടും ചേച്ചി വർക്ക് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? സംവിധായകരാവട്ടെ, ലിറിസിസ്റ്റുകളാവട്ടെ, ആൻഡ് പുതിയ പാട്ട് ഇപ്പോഴും പുതിയ ആൾക്കാർ വരുന്നവരോടൊക്കെ ചേച്ചി പാടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ്റെ അത് സത്യം പറഞ്ഞാൽ ഇവരെ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ സത്യം പറഞ്ഞാൽ സാധിക്കുന്നില്ല എന്ന് ചേച്ചിക്ക് തന്നെ അറിയാം അല്ലേ? സത്യമല്ലേ? എല്ലാവരുടെയും പേരുകളൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും രവീന്ദ്രൻ മാഷിനെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല ഈ ഒരു അവസരത്തിൽ. കാരണം ചേച്ചി ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. ആൻഡ് പല പാട്ടുകളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പാട്ടുകൾ കൂടിയാണ് രവീന്ദ്രൻ മാഷിൻ്റെ. ഇന്ന് ഈ ട്രിബ്യൂട്ട് സെഷനിൽ ലാസ്റ്റ് 2 പാട്ടുകളും രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകളാണ്. അദ്ദേഹത്തിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം എല്ലാവരും കൂടെയാണ് പാടുന്നത് അല്ലേ? എല്ലാവരും അല്ല 2 പാട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു പാട്ട് അത് പറയാൻ പോകുന്നതേ ഉള്ളൂ അല്ല പറയാണ്. അപ്പോൾ രവീന്ദ്രൻ മാഷിൻ്റെ കൂടെയുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചേച്ചി ഒന്ന് ഷെയർ ചെയ്യാം. രവീന്ദ്രൻ മാഷിന് ആദ്യമായിട്ട് പാടുന്ന തിരുവനന്തപുരത്ത് തരങ്കണി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അതും വെൺകൊറ്റക്കൂട കീഴിൽ വെള്ളിക്കുന്നിൻ ചെരിവിൽ മന്ദം മന്ദമെഴുന്നള്ളി വരും ഉണ്ണിത്തിരുമനസേ പൊന്നുണ്ണി തിരുമനസേ എന്നൊരു പാട്ടാണ്. അത് മുല്ലനേഴി അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു ഒറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ. മുല്ലനേഴിയുടെ വരികൾ ഈ ഒരൊറ്റ അതാണ് ആദ്യമായിട്ട് പാടുന്നത്. പിന്നെ അതിനുശേഷം ചെന്നൈയിൽ പോയിട്ട് ആദ്യം പാടുന്ന കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ മോഹങ്ങളിൽ നീരാടുമ്പോൾ അതിനോരോ ഭാവം അതാണ് ആദ്യമായിട്ട്
ആദ്യമായിട്ട് ചെന്നൈയിൽ പോയിട്ട് പാടി. പിന്നെ അതിനുശേഷം ഒരുപാട് പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ. ആൻഡ് ചേച്ചി പെട്ടെന്ന് എല്ലാവരും മലയാളികൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് പറയുന്ന പാട്ടാണ് കാർമുകിൽ വർണ്ണൻ്റെ, അതുപോലെ വാർമുകിലെ എല്ലാ പാട്ടുകളും. കളഭം തരാം. കളഭം തരാം, സത്യം. പക്ഷേ അതിനകത്ത് എനിക്കെപ്പോഴും ഞാൻ വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ചേച്ചി കിഴക്കുണരും പക്ഷിക്കകത്തെ പാട്ട്, ഘനശ്യാമ മോഹനകൃഷ്ണൻ. അതിനകത്ത് എല്ലാ പാട്ടുകളും ചേച്ചി എനിക്കൊന്ന് ഫിലിം അത്ര കണ്ട് അങ്ങോട്ടൊരു സംഗീതം അതൊക്കെ അതൊരു പ്രത്യേക നോട്ടിലല്ലേ അത് അല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹേ ഘനശ്യാമ ആ പാട്ടും അതെ, ഹേ കൃഷ്ണ എന്ന് പറഞ്ഞ ആ പാട്ടും അതെ. ആൻഡ് ആ ഫിലിം അധികം എനിക്ക് തോന്നുന്നില്ല അധികം ഒരു പോപ്പുലറൈസ്ഡ് ആയിരുന്നു, മീൻസ് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ പാട്ടുകളെല്ലാം ഒന്നിനൊന്നിനും തന്നെ വെച്ചായിരുന്നു. ആൻഡ് രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകൾ എടുക്കുമ്പോൾ ഈ പാട്ടുകൾക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട്, ഒരു വേറെ ലെവലിലുള്ളൊരു പാട്ടാണ്. അതും ഇന്നിവിടെ ഒരു പാടുന്നുണ്ട് കേട്ടോ ചേച്ചി എല്ലാവരും. ശരിക്കും സ്റ്റേജിൽ എല്ലാവർക്കും പാടാൻ പേടിയുള്ളൊരു പാട്ടാണത്. പക്ഷെ ഇന്ന് ഇവിടെ ഇവർ ഇത് ഒരുക്കിയിട്ടുണ്ട്, പ്രഗത്ഭരായ ഗായകന്മാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് 2 പാട്ടും കൂടി കൊടുക്കും. അത് രണ്ടും നമ്മുടെ രവീന്ദ്ര മാഷിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. അത് ഒന്ന് 10 വെളുപ്പിന്, ഒന്ന് പറയാൻ വരാന്ന് വിചാരിച്ചു. ആദ്യത്തെ പാട്ട് 10 വെളുപ്പിന്, ആൻഡ് രണ്ടാമത്തെ ഇവർ ഒരുക്കിയിരിക്കുന്ന പാട്ട് ഹേ ഘനശ്യാമ മോഹനകൃഷ്ണനാണ്. ചേച്ചി ഇതിൽ പാടുന്ന ഗായകരുടെ പേരുകളോട് ഞാൻ പറയാം: ജാസ്മിൻ, ബെറ്റി, ശാലിനി, ഷബാന, മജീദ്, ശ്രീകുമാർ, വിഷ്ണു, നാദിർഷ. ഇവരാണ് 10 വെളുപ്പിനെ പാടുന്നത് ചേച്ചി. ആൻഡ് മറ്റത് ഓൾ മെയിൽ ആൻഡ് ഫീമെയിൽ കോറസ്. ഒപ്പം ശാലിനിയാണത്. ഓക്കെ, അപ്പം നമുക്ക് കേൾക്കാം. ബോറടിച്ചോ? എന്താ ഒരു അനക്കമില്ലാത്ത? നമ്മൾ ഈ പാട്ടുകളുടെ കാര്യങ്ങൾ പറയുമ്പം ഈ ലെജൻഡിനോട് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് ഇഴഞ്ഞ പോലെ തോന്നാം. പാട്ടുകൾ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ല. കാരണം അങ്ങനെയുള്ള അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. രവീന്ദ്ര മാഷിനെ കുറിച്ച് പറയുമ്പോൾ മാഷ് ഈ പറഞ്ഞ മാതിരി ഒരുപാട് MSV സാറിനെ പോലെയൊക്കെ ഒരുപാട് ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ ഒരുപാട് മിന്നി മറയും മാഷിൻ്റെ ബ്രെയിനിൽ കൂടെ. ഈ 10 വെളുപ്പിന് തന്നെ എനിക്ക് ഓരോ പ്രാവശ്യം പാടിത്തരുമ്പോൾ ആ കാതുകുത്ത് വേറെ 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 സംഗതികളാണ് പാടിത്തന്നത്. അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ഓർമ്മ വന്നോ അതൊക്കെയാണ് ഞാൻ അതിനകത്ത് പാടിയിട്ടുള്ളത്. ഒന്നും ഒരുപോലെ അല്ല, എല്ലാം വേറെ വേറെ വേറെ. നേരത്തെ ജോസേട്ടൻ പറഞ്ഞ പോലെ ഇവർ ഏതൊക്കെ കാതുകുത്ത് പാടും നോക്കാം. റെഡിയാണോ? മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകൊത്ത്, എന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകൊത്ത്.
ജോസേട്ടൻ ചോദിക്കുന്നു നമ്മുടെ വേർഷൻ എങ്ങനെയുണ്ട് കാതുകുത്തിൻ്റെ എന്ന്. കുറേ വെറൈറ്റീസ് പാടി. അടുത്ത സൂപ്പർ ഹിറ്റ് പാട്ട്, നമ്മുടെ ട്രിബ്യൂട്ട് സെഷന്റെ ലാസ്റ്റ് പാട്ട്. One, two, three, four. സോ മച്ച് ചേട്ടാ, എല്ലാവർക്കും താങ്ക് യു. നല്ല ഗായകരാണ് എല്ലാവരും. താങ്ക് യു സോ മച്ച്.
ആൻഡ് നിങ്ങളുടെ ഒരു പുണ്യം തന്നെയാണ്, നിങ്ങളുടെ ഒപ്പം പല പാട്ടുകളിലും ചിത്ര ചേച്ചി ചെയ്തു പാടുകയുണ്ടായി അല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഈശ്വരന് നന്ദി. ആൻഡ് TKM എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാവർക്കും നന്ദി തന്നെ പറയണം തീർച്ചയായിട്ടും. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഒരു സെഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെഷൻ ഉണ്ട്, ഒരു ക്വിസ്സാണത്. ആൻഡ് ചിത്ര ചേച്ചിയുടെ പാട്ടുകളെ സംബന്ധിച്ച് തന്നെയുള്ളൊരു ക്വിസ് പരിപാടിയായിരിക്കും അത്. ആൻഡ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരങ്ങൾ പറയുന്ന നമ്മൾ ആരുമല്ല, നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോവരുത്. അതിന് സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണമെന്ന് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പ്രിയ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മുടെ മ്യൂസിക് ടീം വോളണ്ടിയേഴ്സ് നിങ്ങളുടെ ഇടയിലുണ്ട്. ആൻസർ പറയുന്നവർ ഇവിടെ വെരിഫൈ ചെയ്യും, പ്രിയ തന്നെ വെരിഫൈ ചെയ്യും. അവർക്ക് ഇവിടെ വന്ന് ചിത്രയുടെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും 2 ലൈൻ റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുമുള്ള അവസരമുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം. KS ചിത്ര എന്ന ചിത്ര ചേച്ചിയുടെ മുഴുവൻ പേര്? അവിടെ കൈ പൊക്കുന്നുണ്ട് ആരൊക്കെയോ. നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതായിരിക്കും. അവർ മാത്രം ആ ഉത്തരം പറയുക. കൃഷ്ണൻ നായർ ശാന്തകുമാരി ചിത്ര. ഓ വാവ്, കൈയടി കൊടുത്താട്ടെ. ഉത്തരം ശരിയാണ്, അതല്ലേ ഞാൻ വാവ് എന്ന് പറഞ്ഞത്. ഉത്തരം പറഞ്ഞ ആൾക്ക് ഇങ്ങോട്ട് വരാം, സ്റ്റേജിലേക്ക് വരാം. വേഗം വരൂ. കൃഷ്ണൻ നായർ ശാന്തകുമാരി ചിത്ര, നമ്മുടെ പ്രിയപ്പെട്ട KS ചിത്ര. അത് കേരളത്തിന്റെ സ്വന്തം നമ്മൾ പറഞ്ഞേ മതിയാവൂ. ഞങ്ങളുടെ ഒരു പാട്ടുകാരനാണ്, ഇന്ന് പാടിയില്ലെന്നേ ഉള്ളൂ. ഇവിടെ മുഴുവൻ പാട്ടുകാരാ അല്ലേ ശരിക്കും? രാജേഷ്. ഓക്കെ രാജേഷ്, കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ചിത്ര ചേച്ചിയുടെ പേര് ഇപ്പം ഇത് പറഞ്ഞു കറക്റ്റായിട്ട്. ഒരു ചെല്ലപ്പേരുണ്ട് ചിത്ര ചേച്ചിക്ക്, പക്ഷെ അത് വിളിക്കുന്നത് തീർച്ചയായിട്ടും എപ്പോഴും ബീന ചേച്ചി മാത്രമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പം വിജയേട്ടൻ്റെ സിസ്റ്ററും അല്ലേ രാജി, അവരും വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഒരു ചെല്ലപ്പേരുണ്ട്, അറിയാമോ ആർക്കെങ്കിലും? അറിയാവുന്നൊരു കൈ പൊക്കുക. നമുക്ക് ശങ്കുനത് അറിയാവോ എന്ന് ചോദിക്കായിരുന്നു. ആരോടെ? ചിന്നക്കുയിൽ ചിത്ര. അല്ല, തെറ്റി. ആരുമില്ല, ആർക്കും അറിയില്ല. ഞാൻ കേട്ടോണ്ട്, യൂട്യൂബിൽ കേട്ടോണ്ട്. ബേബി എന്നല്ലേ? ഓ, ഇവൻ റിസർച്ച് ചെയ്തിട്ടാ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. വന്ന ഒരു സമ്മാനം കൂടെ ഉണ്ട്. നമുക്കിനി രാജേഷ് സാറിനെ നിർത്താം അല്ലേ ചോദിക്കുന്നത്? ശരിയാണല്ലോ ആൻസർ. കറക്റ്റാണ്. വേഗം വരൂ. ബേബി. അത് ബീൻ ചേച്ചി വിളിക്കുന്നതും കേൾക്കാൻ നല്ല രസമാണ്. പ്രിയ, അയാള് സമ്മാനം വാങ്ങിക്കാൻ വരുന്നുണ്ടെങ്കിൽ എനിക്ക് വിജയശങ്കറിനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. തീർച്ചയായിട്ടും. അല്ല, വിജയശങ്കറിനോടല്ല, ചിത്രയോട് തന്നെ ചോദിക്കണ്ടേ. എന്താണെന്നറിയാമോ, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനൊരു ഫേവററ്റ് ഗാനം ഉണ്ടായിരുന്നു. എപ്പോഴേലും പാടിയിട്ടുണ്ടോ? കുഴയ്ക്കുന്ന ചോദ്യം. എപ്പോഴും എൻ്റെ അറിവിൽ എൻ്റെ അടുത്ത് എന്നോട് പാടാൻ പറയുന്ന പാട്ടാണെങ്കിൽ ജാനകിയമ്മയുടെ. അതൊന്ന് പാടിക്കുക, 2 ലൈൻ ഒന്ന് പാടിയാൽ തിരക്കേടില്ലായിരുന്നു. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. താങ്ക് യു. ഡെഡിക്കേറ്റഡ് ടു അവർ ഡിയർ ഫ്രണ്ട് ചങ്കു. പക്ഷെ ആ പാട്ട് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. നസിയ ഹസന്റെ ഡിസ്കോ ദിവാനി കേട്ടിട്ടുണ്ടോ പാട്ട്? അത് ഫേവറേറ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത്തവണ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അത് പാടിക്കണം. ആക്ച്വലി ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട്. വിജയൻ ചേട്ടൻ മൗത്ത് ഓർഗൻ വായിക്കും. അത് കേട്ടു. അതിലെപ്പോഴും വായിക്കുന്ന രാഗേന്ദു കിരണങ്ങളൊളി വീശി, അത് വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പാട്ട് മാത്രമല്ല ഇദ്ദേഹത്തിന് സമ്മാനം കൊടുക്കണ്ടേ? താങ്ക് യു.
അടുത്ത ഇപ്പം ചോദ്യം. വിജയേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ടാവുമല്ലോ, ചിത്രേച്ചി ചെറുപ്പം മുതലേ മൂളുന്ന ഓരോ മൂളൽ പോലും വിജയേട്ടൻ്റെ കയ്യിൽ റെക്കോർഡ്സ് ആയിട്ടുണ്ടെന്ന് പറയുന്നേക്കാൻ സത്യമാണോ? ഇല്ല, അങ്ങനെയില്ല. ഇല്ല. അതായത് ചേച്ചിയുടെ പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു ആരാധകൻ തന്നെയായിരുന്നു ചെറുപ്പം മുതലേ എന്ന് പറയുന്നത്. അതെ അതെ, അതൊരു ഭാഗ്യം തന്നെയാണ് ചിത്രേച്ചി. അത് എൻ്റെ പാട്ടിൻ്റെ എന്നല്ല, പാട്ടിൻ്റെ ആരാധകനാണ്. ജാനകിയമ്മയാണ് ഏറ്റവും ഫേവറേറ്റ് സിംഗർ. റാഫി സാബ്, ഓക്കെ. പിന്നെ ബാബുക്കായുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം, മദൻ മോഹൻ, അങ്ങനെ എൻ്റെ ഫേവറേറ്റ്സ് കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. തമിഴ്നാട്ടിൽ ചിത്രചേച്ചിയെ അറിയപ്പെടുന്നത് ഒരു പ്രത്യേക വിളിപ്പേരിലാണ്. അത് എന്താണ്? തമിഴ്നാട്ടിൽ അറിയാമോ? വേഗം വേഗം പറ. സുധീറാണോ പറയുന്നത്? പറയൂ പറയൂ. മൈക്ക്. തമിഴ്നാട്ടിൽ ചിത്രചേച്ചിയെ അറിയപ്പെടുന്നത്. ഗൂഗിൾ ചെയ്തോ? ഹലോ, ഗൂഗിൾ ചെയ്തല്ല ആക്ച്വലി. ഒരു നിമിഷം ഒന്ന് ഇന്റർഫിയർ ചെയ്തട്ടെ. ചിത്ര ചേച്ചി നമ്മുടെ കോളേജിൽ വന്ന ആദ്യമായിട്ട് വന്ന ഇയർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് ക്വസ്റ്റ്യൻ ആണോ? അതെ, ക്വസ്റ്റ്യൻ ആണ്. സമ്മാനമില്ല. പക്ഷേ സമ്മാനമില്ല. ചിത്ര ചേച്ചി ആദ്യമായിട്ട് നമ്മുടെ TKM എഞ്ചിനീയറിംഗ് കോളേജ് വിസിറ്റ് ചെയ്ത ഇയർ പറയാൻ പറ്റുമോ? അത് പറഞ്ഞു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് സുധീർ തന്നെ അത് പറ. 1982 ഞങ്ങൾ ഒരു വർഷം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വെരി ഗുഡ്. ചേച്ചി വിസിറ്റ് ചെയ്ത ഒരു ചിത്രം, ചേച്ചിയുടെ വെരി ഗുഡ്, വെരി ഗുഡ്. ഫസ്റ്റ് ചിത്രം. താങ്ക് യു സുധീർ. അത് യൂത്ത് ഫെസ്റ്റിവലിന് പാടുന്നതിൻ്റെ. അതെ അതെ, ഇത് ആദ്യമായിട്ട് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ചിത്ര ചേച്ചി വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഈ ഉത്തരം ചോദ്യം അറിയോ സാറിന്? ക്യാൻസലായി. അടുത്ത ചോദ്യം. വാനമ്പാടി. അടുത്ത ചോദ്യം. അതാ ഇവിടെ ആൻസർ ഉണ്ടോ? മൈക്ക് കൊടുക്കാത്ത എന്ത്? ചിന്നക്കുയിൽ ചിത്രാമ്മ. ചിന്നക്കുയിൽ കറക്റ്റ് ആണ്. യെസ് യെസ്, കറക്റ്റ് ആണ്. വന്നു. സലീം വന്നു, കയറി വാ. ലിറ്റിൽ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യൻ സിനിമ ചിത്ര ചേച്ചി. അങ്ങനെ എത്ര അംഗീകാരങ്ങൾ, എത്ര ടൈറ്റിൽസുകൾ. സലീം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്ര ചേച്ചിക്ക് സംഗീത സരസ്വതി എന്ന ടൈറ്റിൽ കൊടുത്ത ഒരു നാടുണ്ട്. അത് ഏത് നാടാണേ പറയേണ്ടത്? ചിത്ര ചേച്ചിക്ക് സംഗീത സരസ്വതി എന്ന ടൈറ്റിൽ കൊടുത്തൊരു നാടുണ്ട്. പ്രിയ, ഇതൊന്നും ടൈറ്റിലല്ല കേട്ടോ. ഇതൊക്കെ ഒരു സ്നേഹത്തിൽ എന്നെ വിളിക്കണമെന്ന് മാത്രമല്ല, ഒന്നും ടൈറ്റിലല്ല. ചിത്രേച്ചി മാത്രം അങ്ങനെ, ചിത്രേച്ചിക്ക് പറയാം അങ്ങനെ. നമ്മൾ ഒരിക്കലും പറയൂല. സത്യമായ കാര്യമാണത്. പ്രിയ, അതിനിടയ്ക്ക് ഉത്തരം പറഞ്ഞു. ഉത്തരവുണ്ടോ? ആന്ധ്ര ആണോ? കറക്റ്റ് ആണ്. ആന്ധ്രാപ്രദേശ്. കറക്റ്റ്. ഓക്കെ, കയറി വരൂ. കടന്നു വരൂ. അതിനിടയ്ക്ക് പ്രിയ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറഞ്ഞ ഒരു ആളുണ്ട്. അക്നോളജ് ചെയ്യാൻ വിട്ടുപോയി. തീർച്ചയായിട്ടും. ഏത് ആണോ? ചിന്നക്കുയിൽ നല്ല ഉത്തരം പറഞ്ഞായിരുന്നു. വാ വരൂ മാഡം, വാ വന്നാട്ടെ. ഓക്കെ, ആന്ധ്രാപ്രദേശ് വന്നിട്ടുണ്ട്. യെസ്, ആന്ധ്രാപ്രദേശ്. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ. എത്ര നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞു. പക്ഷേ എത്ര സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാമോ ആർക്കെങ്കിലും? എത്ര സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റുകളുടെ കൗണ്ടാണ്? ഏതൊക്കെ സ്റ്റേറ്റുകളുടെ പറയണ്ട, സ്റ്റേറ്റുകൾ പറയണ്ട, പക്ഷെ എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയാമോ മൊത്തത്തിൽ? പറഞ്ഞു കേട്ടില്ല. മൈക്ക് കൊടുക്ക്. മൈക്ക് കൊടുത്താട്ടെ. ആ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. 43. പ്രിയൂഷയാണോ പറഞ്ഞത്? കറക്റ്റ് ആണ്. 43. 43. കടന്നു വരൂ. പേര് ഷാനിമ. കൺഗ്രാറ്റുലേഷൻസ് ഷാലിമ. അടുത്ത ചോദ്യം. ഇതിൽ എത്ര എണ്ണം കേരളത്തിൽ നിന്ന് ലഭിച്ചു പറയാമോ ആർക്കെങ്കിലും? ചേച്ചി തന്നെ പറഞ്ഞായിരുന്നു. എത്ര സാറേ? 18. കറക്റ്റ് ആണ്. സാറ് വരൂ. ഷാഹുൽ അമീൻ സാറാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. സാറേ, അവിടെ സ്റ്റെപ്പ്.
എളുപ്പം വന്നാട്ടെ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസും പെട്ടെന്ന് ചോദിക്കാം. ഇവിടെ 2 പേര് 43 പറഞ്ഞവരുണ്ട്. അപ്പൊ 2 പേർക്കും ഉണ്ടോ സമ്മാനം? ഒരു 43 ഇതാ നിൽക്കുന്നു. ഷാഹൽ സാറ് 43.5. 43.5. 18 അല്ലേ? 18. യെസ്, കറക്റ്റ്. അത് കറക്റ്റ് ഉത്തരമായിരുന്നു സാറേ. 18 കറക്റ്റ് ഉത്തരം. സാറേ കൺഗ്രാജുലേഷൻസ്. അടുത്ത ചോദ്യം ആയിക്കോട്ടെ. അല്ല, ചിത്ര ചേച്ചി പറയുന്നത് എല്ലാവരും ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ. നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്നുണ്ടോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ? അതിനല്ലേ നമ്മൾ ജഡ്ജസിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. എന്നാലും വേഗം ചോദിച്ചോ. ഓക്കെ, അടുത്തത് ചിത്ര ചേച്ചിക്ക് ഒരു റെക്കോർഡുണ്ട് ഒരു ദിവസം പാടിയ പാട്ടുകളുടെ എണ്ണത്തിൽ. ഓക്കെ, അത് എത്ര എണ്ണം ആണെന്ന് പറയാമോ? എത്ര പാട്ടുകൾ പാടിയെന്ന്? മാക്സിമം എത്ര പാട്ടുകൾ ഒരു ദിവസം റെക്കോർഡ് ചെയ്തു? അതൊരു റെക്കോർഡാണ് ആക്ച്വലി. പറയാമോ എത്ര എണ്ണമാണെന്ന്? വേഗം പറയൂ. ഇനി നിനക്ക് പ്രൈസ് ഇല്ല. അവിടെ ആരാണ്? എത്രയാണ്? ഓ, ഇവിടെ പറഞ്ഞോ? ആക്ച്വലി നമ്മുടെ ഇല്ല, അത് പറ്റൂല. 12 ആണോ? അല്ല, 12 അല്ല, 19 അല്ല. ഇനി വേറെ ഉത്തരം ഉണ്ടോ? 13 അല്ല. ആർക്കെങ്കിലും ഇവിടെ കറക്റ്റ് ഉത്തരം പറഞ്ഞു, പക്ഷേ ആരും പറഞ്ഞില്ലേ? കമ്പനിക്ക് കൊടുക്കും. 8 Is it 25? അടുത്തു 25? 8 ഇല്ല, നമ്മൾ ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞ കറക്റ്റ് ആൻസർ ഞങ്ങളുടെ ടീമിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കട്ടെ സമ്മാനം? 16. അതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആയിരുന്നു അല്ലേ ചേച്ചി? ഓക്കെ, അടുത്തത് നമുക്കൊരു ഹമ്മിങ്. കഴിഞ്ഞു ചാൻസ് കഴിഞ്ഞ സാറേ. കഴിഞ്ഞു. അടുത്ത ചോദ്യം സാർ. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞു. നമ്മളിതിന് കുറച്ച് നേരമായില്ല നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. നമുക്കൊരു ഹമ്മിങ് കേൾക്കാം ചേച്ചി പാടിയിട്ടുള്ള. കേട്ടോ, ഹമ്മിങ് ക്വീൻ തന്നെയാണ് ചേച്ചിയെ പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിവിടെ നമ്മൾ പ്ലേ ചെയ്യും. അപ്പോൾ അത് കേട്ടിട്ട് പറയണം ഇത് ഏത് ചിത്രത്തിലേതാണെന്ന്. കാരണം ആ ഹമ്മിങ് ആക്ച്വലി ആ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഇംപ്രവൈസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ക്ലൂ ആക്കി കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ ഹമ്മിങ് ഇവിടെ കേൾക്കാം. 8ാമത്തെ ചോദ്യം. അറിയാമോ? നിർത്താൻ പറഞ്ഞല്ലേ. എന്നാലും പാട്ട് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് പ്രൈസ് കൊടുക്കാം. അതെ, കറക്റ്റ്. പക്ഷെ എന്നാ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ആരുടെ സംഗീത സംവിധാനമായിരുന്നു? ഇത് സംഗീത സംവിധാനം ചെയ്ത ആര്? അല്ല, പാട്ട് ഏതാന്ന് പറഞ്ഞോ? പറഞ്ഞു, അറിയാണ്ട് വന്നു ഇതില്. ദീപു ആരാ പറഞ്ഞു? ഇല്ല, പല്ലവി പറയണം. അത് പറഞ്ഞു ചേച്ചി, അവിടെ വന്നു അത്. പറയൂ. ആര് പാടിയതാര്? പാടിയത് പ്രിയായിരുന്നു. കേട്ടില്ല ദീപു, ആൻസർ കേട്ടില്ല. പറയൂ. കറക്റ്റാണ്. ശരത് സാറാണ്. പക്ഷെ ചേച്ചി നമുക്ക് എല്ലാവർക്കും വേണ്ടി അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ് ആണ്. അതൊരു അല്ലൊരു മാജിക്കൽ റൊമാൻറ്റിക് സോങ് ആണ്. ചേച്ചി അത് ഒരു വരി ഒന്ന് പ്ലീസ് എല്ലാവർക്കും വേണ്ടി. മഞ്ഞിൽ കുതിർന്നാടും പൊന്നിന്നാട ഒന്നൊന്നായഴിഞ്ഞും പിന്നെ നെഞ്ചിൽ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ലക്കൂമ്പുലഞ്ഞും ആഹാ നല്ല കൈയടിയാറട്ടെ. എന്തൊരു പാട്ടാ അത്. പ്രൈസ് വിന്നർ വന്നിട്ടുണ്ട്. ശരത് സാർ എന്ന് പറയാം. താങ്ക് യു. ആക്ച്വലി അടുത്തൊരു ഹമ്മിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ ജോസേട്ടാ ഇത്? ഓക്കെ, അപ്പോൾ അത് അടുത്തൊരു ഹമ്മിങ് തന്നെ ആവട്ടെ. 9ാമത്തെ. ഉത്തരവിടല്ലേ?
ആരാ പറഞ്ഞേ? ഇവിടെ 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 ഉത്തരം പറഞ്ഞ ആരാ? അഞ്ജലിയാണോ? ആ, കറക്റ്റ് ആൻസർ ആണ്. വന്നാട്ടെ. അഞ്ജലി കടന്നു വരൂ. യെസ്. ജോസ് ഇവിടെ ഇവിടെ ഫ്രണ്ടില് ഈ കൊച്ചും പറഞ്ഞു. അല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം AR റഹ്മാൻ വൈരമുത്തു കോമ്പിനേഷനിൽ വന്ന. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സിംഗേഴ്സ് എല്ലാം തിരിച്ച് സ്റ്റേജിൽ അത്യാവശ്യമായിട്ട് വരണം. മെയിൽ സിംഗേഴ്സ് നമ്മുടെ മെഡ്ലി. ആക്ച്വലി ഇനിയും കുറേ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷേ സമയം വൈകിയാണ് നമ്മൾ പലതും തുടങ്ങിയത്. അതുകൊണ്ട് സമയം തീർന്നിരിക്കുകയാണ്. പക്ഷേ സാരല്ല, നമുക്ക് അടുത്ത നമ്മുടെ മെഡ്ലി സെഷനിലേക്ക് പോകാം. ബ്യൂട്ടിഫുൾ സോങ്സ് അവിടെ കോർത്തിണക്കിയിട്ടുണ്ട് ചിത്ര ചേച്ചിക്ക് വേണ്ടിയിട്ട്. അവർ വീണ്ടും ഒരിക്കൽ കൂടി ചിത്ര ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് അവരൊന്ന് ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പഴയ ആൾക്കാരിൽ അവരുടെ പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാടാൻ കഴിയാതെ പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഏതെങ്കിലും സംഗീത സംവിധായകരുണ്ടോ? പറയണമെങ്കിൽ തീർച്ചയായിട്ടും ബാബുക്കയുടെ പേര് പറയണം. ബാബുക്കയുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുമില്ല, പാടിയിട്ടുമില്ല. നൗഷദ് സാറിന് ഒരു പാട്ട് പാടാൻ അവസരം വന്നു, പക്ഷേ എനിക്കത് മിസ്സായിപ്പോയി. ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് മിസ്സായി. അതൊക്കെ ഒരു ജീവിതത്തിലൊരു വിഷമം എന്ന് പറയാം. ബാക്കി ഒട്ടുമിക്ക വിഷമം എന്ന് പറയാൻ പറ്റില്ല, ഒരു മിസ് ചെയ്ത് പോയ. ബാക്കി ഒട്ടുമിക്ക എല്ലാവരുടെയും കൂടെ പാടാൻ പറ്റിയല്ലേ ചേച്ചി? ഈ എനിക്ക് തോന്നുന്നു ഭൂഖണ്ഡത്തിലുള്ള എല്ലാ സംഗീത സംവിധായകരുടെ കൂടെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു പാട്ടുകാരി കൂടിയാണ് നമ്മുടെ ചിത്ര ചേച്ചി. അതിനൊരു വലിയ കയ്യടി തന്നാട്ടെ പ്ലീസ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു പാട്ടുകാരിയും. ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടിൻ്റെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ പറയണം, ഏത് പാട്ട് പാടും എന്തൊരു ക്ലാരിറ്റിയാണ് ഓരോ പാട്ട് പാടുമ്പോഴും ചേച്ചി. സത്യമായിട്ടും ആ മഞ്ഞൾ പ്രസാദം, ഈവൻ എൻ്റെ മോള് പറയാം, അത് ഈ ജനറേഷനിലുള്ളൊരു കുട്ടിയല്ലേ, മഞ്ഞൾ പ്രസാദം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും കാണാം, വിഷ്വല് നമുക്ക് കാണാം. അത്രയും ക്ലാരിറ്റി, അത്രയും സ്ഫുടതയാണ് പാട്ടിന്, വാക്കുകളുടെ ഉച്ചാരണ രീതിയൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഒരു കയ്യടി പ്ലീസ്. എല്ലാം റെഡി? അപ്പം നമ്മുടെ മെഡ്ലി സെഷനിലേക്ക് പോവുകയാണ്. ഹലോ 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 ഹലോ. ഹലോ. മലர்கள் கேட்டே வரவே தந்தனை தண்ணீர் கேட்டே அமிர்தம் தந்தனை இதை நான் கேட்பேன் உனையே தருவாய் இதை நான் கேட்பேன் உனையே தருவாய் ககமகமரி மகரை சரிரேசா பமகமதமா Sani sadani mada kamari gasa nisara nisa nisa magaga nisa pamaga sani sagamaga reni damamaga gamaga gaga mari gari ni gari magari sa pamada mani dani mada kamari gasa ninnu kori varnam varnam என்னை தேடி வரணும் வரணும் ஒரு கிளி தனித்திருக்க உனக்கென தவம் இருக்க இருவிழி சிவந்திருக்க இதழ் மட்டும் விழுந்திருக்க அழகிய ரகுவரணி அனுதினமும் நின்று கோரி வர்ணம் வர்ணம் இசைத்திட என்னை தேடி வரணும் வரணும்
ശശികല ചൂടും വിണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ നേടി വാനിൻ അതിരുകൾ തേടി പറന്നേറുന്നു മനം മറന്നാടുന്നു സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൽ കരയിൽ പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങോ ജന്മങ്ങൾ ഉൽകും നിൻ നാദം നൽകൂ तूने क्या किया बेलिया तूने क्या किया मैंने किया तेरा इंतजार इतना करो ना मुझे प्यार इतना करो ना मुझे प्यार मैंने किया है तुमसे प्यार मैंने किया है तुमसे प्यार കിളിയേ കിളിയേ നറുതേൻ മൊഴിയേ ശിശിര
പൂവേ കണ്ണു വെക്കാതെ തമ്പുരാനേ കണ്ണടി നോക്കും കാട്ടുപൂവേ കണ്ണു വെക്കാതെ തമ്പുരാനേ പുത്രഞ്ഞാറ്റുവേല കൊഞ്ചടി 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 കാറ്റുമുത്ത് सुन लो जरा अपना ये कहना जीना हो तो अपन के जैसे ही जीना गाड़ी बंगला नहीं ना सही बैंक बैलेंस नहीं ना सही टीवी वीडियो नहीं ना सही शूटिंग शर्टिंग नहीं ना सही इनकी हमको क्यों फिकर जी लो जैसे मस्त कलंदर यारो सुन लो जरा हाँ अपना भी कहना जीना हो तो अपने के जैसे ही जीना गाड़ी बंगला अगर हो तो क्या बात है बैंक बैलेंस से रंगीन दिन रात है टीवी वीडियो अगर है तो क्या है मजा रेसलिंग से कुछ और ही दांत है इनकी कर लो कुछ तो कदर यारो थोड़ा जाओ सुधर यारो सुन लो जरा हाँ अपना ये कहना जीना हो तो अपने के जैसे ही जीना കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ടി കാവളം പൈകിളിവായോ കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാം കുടമുല്ലത്തോടിയുമായി കൂകിയും കുറുകിയും പായോ മഴയോലും മഞ്ഞല്ലേ മുളയോലക്കൂടല്ലേ അഴകോലും മിഴിയോരം കുളിയോറും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈകിളിവായോ മേലെ പൊന്മലകൾ കണിമരതകവർണ്ണം പാകി ദൂരെ പാൽക്കടലിൽ തിരയിളകി സ്നേഹം പോലെ പൂക്കോലം കെട്ടാൻ വാ പെണ്ണാളെ പൂത്താലം കൊള്ളാൻ വാ പെണ്ണാളെ സ്വരങ്ങളിൽ വരങ്ങള പദങ്ങളായി നിറഞ്ഞുവാ രാമായണ കാത്തേ നീലാംബരി കാത്തേ मार्गो मार्गो मार गई जोर
പൊന്മണി പൊന്മണി കൊഞ്ചുനി കെഞ്ചുനി മാലയിൽ ആടുനി മന്ദിരം പാടുനി മാറുകോ മാറുകോ മാറുകൈ ജോറുകോ ജോറുകോ ജോറുകൈ മാറുകോ മാറുകോ മാറുകൈ ജോറുകോ ജോറുകോ ജോറുകൈ. എല്ലാവരും please ആ ഒരു ജോഷിലേക്ക് വന്നാട്ടെ. മേലെ മേലെ മഴമേഘമാലെ ഒരു മിന്നലോടെ ദേവദാരു മനദേവതയ്ക്ക് മണിമോതിരങ്ങൾ പണിയും. മേലെ മേലെ മഴമേഘമാലെ ഒരു മിന്നലോടെ ഉണരും ദേവദാരു മനദേവതയ്ക്ക് മണിമോതിരങ്ങൾ പണിയും. കണ്ടുലഞ്ഞ കൈതാരിൽ ചന്ദ്രകാന്തവളയേകും മഞ്ജുരാഗവീണയിൽ അഞ്ജനങ്ങളിടുമേറ്റും മുകുലരിയിൽ മഞ്ഞുമഴ മുത്തുമണിയണിയിക്കും മെല്ലെ മെല്ലെ മുടിപ്പൂ ചാർത്തിടും തലോടാൻ പോയിടും ദും 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 ദൂരേതോ രാത്രിയിൽ പാട്ടിൽ തുടങ്ങി ഉത്സവം നിലാവിൻ ഉത്സവം ഗന്ധർവന്മാർ ദൂരേറ്റും ദേവഹംസങ്ങൾ ഉടഞ്ഞു കുങ്കുമം കുളിർത്തു ചന്ദനം. ഈ പാട്ട് കൊണ്ട് ഈ നമ്മുടെ ഇന്നത്തെ മെഡ്ലി സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നല്ല കൈയടി. പാട്ടുണ്ടോ? Thank you, music team. യെസ്, ഇതിനകത്തൊരു Thank you. ഒരു കുഞ്ഞ് സസ്പെൻസ് എലമെന്റ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിയുമ്പോൾ അത് വൈൻഡപ്പ് ചെയ്യാമേ. ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ നിറഞ്ഞ കൈയടി. ഒരു നല്ല കൈയടി കൊടുക്ക്. നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. And ഇത്രയും നേരം നമ്മുടെ കൂടെ That was great. നമ്മുടെ ചിത്ര ചേച്ചി ഇരിക്കുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമാണ് എല്ലാവർക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എന്തായാലും തീർച്ചയായിട്ടും. അപ്പോൾ അതിന് അങ്ങേയറ്റം നന്ദി പറയുന്നു ചേച്ചി. ഇത്രയും നേരം ഇല്ലേ നമ്മുടെ ഈ പാട്ട് കേട്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്നതിന്. പിന്നെ ഇതിനോടൊപ്പം തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയതാണ്. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അനുഗ്രഹത്തോടെ ആഗ്രഹത്തോടെ ഞാൻ പറയുകയാണ്, വിജയേട്ടന് വേണ്ടിയിട്ട് ഒരു നല്ല കൈയടി. വിജയേട്ടന് നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം ഞങ്ങൾ പലരും 42-41 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു ചിത്രയേച്ചിയെ ഈ ഒരു ഭൂലോകത്തിന് കിട്ടാൻ വേണ്ടി തന്നെ എത്രമാത്രം പേഷ്യൻസ് എടുത്തിട്ടുണ്ടാവുമെന്ന് പറയാം അദ്ദേഹം. കാരണം 40-45 വർഷക്കാലത്തെ ആ ഒരു മ്യൂസിക്കൽ ജേർണിയിലൂടെ ചിത്രചേച്ചി പോകുമ്പോൾ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ ഒരു പേഷ്യൻസോടി പോയിട്ടുള്ള ആ ഒരു വ്യക്തി വിജയൻ ചേട്ടനായിരിക്കും. അപ്പോൾ ഒരു നിറഞ്ഞ കൈയടി വിജയൻ. നല്ലൊരു കൈയടി വിജയശങ്കർ. ഇല്ല വേണ്ട. താങ്ക് യു എവരിബഡി. നമ്മൾക്ക് മെമന്റോ കൊടുക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Thanks a lot, musical team. That was a great performance. We should give a big round of applause. Standing ovation, standing ovation. Everybody stand up and clap. Music team. We shall move with the next proceedings. We have a few presentations to be done by Chitra Chechi. First of all, it was a wonderful comparing by Mrs. Priya Nair. We would like to honor her with a memento. Next we have our Natyanjali team collecting the memento from Chitra Chechi.
Dr. Piyusha and team, please be on the stage. Dr. Piyusha and team. Chitra. Chitra, Anubama, Legina and Soumya. Next, we have our Kera winning team shuffle squad. Shahida, please bring your team to the stage. Shahida. Shahida, please come up to the stage with your team. Chechi, this is our shuffle squad team. They won the prize in the Kera competition. Please, yeah. ഈ ദിനം ഇത്ര ധന്യമാക്കിയത് എങ്ങനെയെന്ന് ആലോചിക്കണം. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. വിജയ് ശങ്കറിൻ്റെ റൂംമേറ്റ് ES സുരേഷും ജോസ് കെ ജോർജും കൂടി പ്ലാൻ ചെയ്ത ഒരു ഇവൻ്റാണ്. 10 വർഷത്തിന് ശേഷം നമ്മളത് സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇതിന് നമ്മൾ ആരോട് നന്ദി പറയണം? നമുക്കെങ്ങനെ ഈ കടപ്പാട് വീട്ടാൻ പറ്റും? നമ്മുടെ സ്നേഹം മാത്രം. ചിത്ര ചേച്ചിക്കും വിജയ് ശങ്കറിനും നമ്മുടെ സ്നേഹം ഒരു സ്റ്റാൻഡിങ് ഒവേഷനിലൂടെ ഇതോടൊപ്പം മ്യൂസിക്കൽ ടീമിനെയും ഈ വേദിയിലേക്ക് ജോയിൻ ചെയ്യുവാൻ ക്ഷണിക്കുകയാണ്. അവരുടെ ഒരു ഗ്രൂപ്പ് മെമൻറ്റോ, അവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് മെമൻറ്റോ ഇവിടെ നൽകുകയാണ്. മ്യൂസിക്കൽ ടീമിന് നമ്മുടെ ആദരവ്. മ്യൂസിക്കൽ ടീമിനും ചിത്ര ചേച്ചിയോടൊപ്പം ഒരു നിറഞ്ഞ കൈയടി. അവർക്ക് ഗ്രൂപ്പ് മെമൻറ്റോ നമ്മൾ നൽകിയിരിക്കുകയാണ്. ജോസ് കെ ജോർജ് ഫോമലായിട്ട് ഈ മെമൻറ്റോ ചിത്ര ചേച്ചിയുടെ ഇന്ന് സ്വീകരിക്കുന്നു. ഒന്നുകൂടെ ഈ ഇവൻറ്റിൻ്റെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ജോസ് കെ ജോർജിന് നന്ദി.
നമ്മളോട് ഇത്രയും സ്നേഹത്തോടുകൂടി ഇൻവോൾവ് ചെയ്ത വിജയ് ശങ്കറിനും ഡോക്ടർ KS ചിത്രയ്ക്കുമുള്ള നന്ദിയും അതോടൊപ്പം ഒരു ക്ഷമാപണവും. നമ്മുടെ പ്രോഗ്രാം അല്പം നീണ്ടുപോയതിനാൽ ചില ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായി. ഓർഗനൈസിംഗ് ടീമിന് വേണ്ടി ഒരു ക്ഷമാപണവും.